ഓക്കെ, നമ്മുടെ ഈ ഒരു വർക്ക്ഷോപ്പിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയ സമയമാണ്. ഈ സമയത്തിനകത്ത് കുറെ കാര്യങ്ങൾ പറയാന്നുള്ള അപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ടാബോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് മുന്നിൽ ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പവർ പോയിന്റുകളൊക്കെ പ്രധാനമായിട്ടും വളരെ നല്ല വർക്ക് സമയമെടുത്ത് ചെയ്യുന്നതാണ്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അതിന്റെ ഒരു ഡിസൈൻ വൈസ് അത് വളരെ എഫക്റ്റീവ് ആക്കാൻ പറ്റും. അപ്പം ആ ഒരു കാര്യം നമ്മൾ ചെറിയൊരു ഡിസൈനിങ് കൺസെപ്റ്റ്സ് പറയാന്നുള്ളതാണ്. ഈ ഡിസൈനിങ് കൺസെപ്റ്റ്സ് എന്നുള്ളത് ഈ കാര്യം അതൊരു പവർ പോയിന്റിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന കാര്യമല്ല. അത് നമ്മുടെ ഒരു പോസ്റ്റർ ഉണ്ടാക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വേർഡ് ഫയൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ കാണിക്കുന്ന ഏതൊരു കാര്യങ്ങളും ഈ രൂപത്തിൽ നമ്മൾ ഡിസൈനിങ് വൈസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഫോണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ഫോർഗ്രൗണ്ട് ഇമേജ്, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾ കവർ ചെയ്യും. അതോടൊപ്പം തന്നെ മോർഫ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയ ട്രാൻസിഷൻ ഉണ്ട്. മോർഫ് എന്ന് പറഞ്ഞാൽ നിലവിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂള്. പവർ പോയിന്റിൽ ഒരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മോർഫ് മാത്രം പഠിച്ചാൽ മതിയാവും. നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ വേർഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇപ്പോൾ ഒരു ഫയൽ അയച്ചിട്ടുണ്ട്, ഒരു പെർഫെക്റ്റ് PPT പറഞ്ഞിട്ട് ഒരു ഫയൽ അയച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫയൽ അതായത് വേർഡിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പവർ പോയിന്റ് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മൾ ഒരു ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നോട്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ നോട്ടുകൾ സ്വാഭാവികമായിട്ട് നമ്മൾ വേർഡിലാണ് ചെയ്യുക. ആ നമ്മൾ ആ മെറ്റീരിയൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വേർഡിൽ നിന്നും എങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു പവർ പോയിന്റ് ആക്കി മാറ്റുക എന്നുള്ളതും പിന്നീട് എങ്ങനെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നാലാമതായിട്ട് പറയുന്നത് ഡിസൈനർ ടൂൾ എന്ന ടൂൾ ഉണ്ട്. അത് പവർ പോയിന്റ് അല്ലെ MS ഓഫീസ് 365ന്റെ കൂടെ മാത്രമാണ് ഉള്ളത്. അപ്പൊ ആ ഒരു ഡിസൈനർ ഫീച്ചർ വെച്ചിട്ട് വളരെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള പവർ പോയിന്റ് ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഈ ഒരു പവർ പോയിന്റ് കാണിക്കാം. ഇതിപ്പോ ഞാനിത് പ്ലേ ചെയ്യാം ജസ്റ്റ്. ഓക്കെ, ഈ പവർ പോയിന്റ് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടില്ല. ഇതെന്താണ് ഒരു പ്യുവർ ആയിട്ട് ഇതിന്റെ നെറ്റ്വർക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ഇതൊരു ഒരു വീഡിയോ ലൂപ്പാണ്, ഗിഫ് ഇമേജ് എന്നൊക്കെ പറയാം. കാണുന്നുണ്ടോ? ക്ലിയർ ആണോ? കമന്റ് ചെയ്ത ഓക്കെ. സ്ക്രീന് ഷെയർ ചെയ്യുന്നില്ല ഞാൻ എന്റെ ഫോണിന്റെ അത് കാണുന്നില്ല. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ. അപ്പോ ഇത് ഞാൻ ഒരു ഞാനൊരു ഫോർമാറ്റിംഗ് കൊടുത്തിട്ടില്ല, കണ്ടന്റ് മാത്രം ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. കണ്ടന്റ് ടൈപ്പ് ചെയ്ത് പറഞ്ഞാൽ ഞാനിതൊരു AI വെച്ച് ChatGPT വെച്ച് ഉണ്ടാക്കിയ കണ്ടന്റ് ആണ്. ഈ ഒരു ഫസ്റ്റ് സ്ലൈഡ് എന്നുള്ളത് കുറച്ച് ഈ ഒരു എന്താ പറയുക ഔട്ട്ലൈൻ. ഈ ഔട്ട്ലൈനിൽ ഞാൻ ഒന്നും ചെയ്യാതെ വെറും ഡിസൈനർ എന്നുള്ള ഫീച്ചർ മാത്രമാണ് ഇത്ര സ്റ്റണ്ണിങ് ആയിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ആകർഷണീയമായിട്ടുള്ള സ്ലൈഡ് ഉണ്ടാവാൻ കാരണം. അപ്പൊ ആ ഡിസൈനർ ടൂളിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അവസാനമായിട്ട് ഒരു gamma.app എന്നുള്ള ഒരു സ്ലൈഡ് പ്രസന്റേഷൻ പറയുന്ന സമയത്ത് ഗാമ പറയാതെ പോകണ്ടെന്ന് വെച്ചിട്ട് gamma.app എന്നുള്ള ഒരു സ്ലൈഡ് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ PPT ഉണ്ടാക്കാനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു AI ടൂൾ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മോർഫ് കൃത്യമായിട്ട് ഉപയോഗിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്കം ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സെഷൻ പ്ലാൻ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരമാവധി ഇൻഷാ അല്ലാഹ് ആ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. അപ്പോൾ ഈ ഒരു നമ്മുടെ ഹസനി സർക്കിളിന് അപ്പുറത്തുള്ള ആളുകളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് PLC അറിയാത്ത ആളുകൾ ഉണ്ടാവും, അവർക്ക് എന്നോട് പറയാം. കാപ്പാട് ജാമിയ ഹുദയുടെ അലുമിനി കൂട്ടായ്മയാണ് ഹുസ്നയുടെ ഒരു സംരംഭമാണ് PLC, പ്രൊഫഷണൽ ലേണിംഗ് കമ്മ്യൂണിറ്റി എന്ന രൂപത്തിൽ പ്രധാനമായിട്ടും ടീച്ചിങ്ങും അത് അനുബന്ധ മേഖലകളിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ അതിന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള സെഷനാണ്. നമ്മളത് ഓപ്പൺ ആക്കി ഹസനിമാരല്ലാത്ത ആളുകൾക്കും നിലവിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരുപാട് ആളുകൾ ഹസനിമാരല്ലാതെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായി ഡിസൈനിങ്ങിനെ കുറച്ച് ബേസിക്സ് ആണ് പറയുന്നത്. ഓക്കെ, ഞാൻ PPT പ്ലേ ചെയ്യുന്നില്ല. PPT പ്ലേ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒരു ഗൂഗിൾ മീറ്റിൽ നമുക്ക് മറ്റു ആപ്പുകൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, ജസ്റ്റ് കാണിക്കും. ഓക്കെ, അവിടേക്ക് നമ്മളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ആദ്യമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PPT പ്ലാനിങ് എന്നുള്ളതാണ്. ഒരു പവർ പോയിന്റ് പ്ലാൻ ചെയ്യണം കൃത്യമായിട്ട്. പവർ പോയിന്റ് പ്ലാനിങ് കൃത്യമായിട്ട് പലപ്പോഴും നമ്മളെ അക്കാദമിക് ഫെസ്റ്റിലും മറ്റൊക്കെ
കൃത്യമായിട്ട് മത്സരങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ മത്സരങ്ങൾ സമയത്ത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് കൃത്യമായിട്ട് എഴുതിയിട്ട് പേപ്പറിൽ മറ്റും എഴുതിയിട്ട് തയ്യാറാക്കുന്ന ഒരു സംവിധാനം കാണാറുണ്ട്. അപ്പോൾ PPT പ്ലാനിങ് വളരെ പ്രധാനമാണ്. ഒരു ഞാൻ ഒരു ഈ PPT വർക്ക്ഷോപ്പ് എടുക്കാൻ കാരണം ഞാനൊരു ക്വിസ് മാസ്റ്റർ ആയിട്ട് സാധാരണ ഒരു പ്രൊഫഷണൽ ക്വിസ് മാസ്റ്ററിംഗ് രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ലൈഡുകൾ ചെയ്യൽ നമ്മൾ അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഒരു വർക്ക്ഷോപ്പിന് കാരണക്കാരനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഒന്നാമത്തെ സ്ലൈഡ് മുതൽ അവസാന സ്ലൈഡ് വരെ കൃത്യമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടാണ് പവർ പോയിന്റ് ഉണ്ടാക്കാൻ ആരംഭിക്കുക. അതായത് എൻ്റെ ഒരു പവർ പോയിന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനൊരു 10-200 പവർ പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വിസുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു ക്വിസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനും ആൻസറും ഞാൻ ഒരു എക്സൽ അല്ലെങ്കിൽ ഒരു വേർഡ് ഫയലിൽ ചെയ്തിട്ടാണ് ഞാൻ അത് പവർ പോയിന്റ് ആക്കാറുള്ളത്. അപ്പോൾ ഈ പ്ലാനിങ് വളരെ പ്രധാനമാണ്. പ്ലാനിങ്ങിന്റെ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് മറ്റു കാര്യങ്ങൾ, അതായത് എന്തിനാണ് പവർ പോയിന്റ്, എന്തിനാ പ്രസന്റേഷൻ, പ്രസന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ പ്രസന്റേഷനിൽ ഉപരി ആയിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ ഉപരിയായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്ലാസ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് പ്രസന്റേഷൻ എന്നുള്ള സ്കില്ലിന് അപ്പുറത്തേക്ക് പവർ പോയിന്റ് എന്നുള്ള സ്കില്ല് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോ പവർ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഔട്ട്ലൈൻ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈനിങ് വളരെ മെല്ലെ പോവുകയും ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ഡിസൈൻ പിന്നെ എന്താണ് നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ഓഡിയൻസിന്റെ കാപ്പബിലിറ്റി എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ മറ്റു കാര്യങ്ങൾ ഒരു സ്റ്റോറി ലൈൻ സ്വാഭാവികമായിട്ടും ഒരു പ്രസന്റേഷൻ ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വളരെ അട്രാക്റ്റീവ് ആവും. അപ്പൊ അത്തരം കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പ്രസന്റേഷൻ സ്വാഭാവികമായിട്ട് ചെറിയ സമയം ഉണ്ടാവുള്ളൂ. അത് കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു 2-3 പോയിന്റ് അല്ലെ, ഒരു 3 to 5 പോയിന്റിന്റെ ഇടയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയ നിർത്തണം എന്നുള്ളത് പിന്നെ ഒരു PPT പ്ലാനിങ്ങിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും നമ്മളെ PPT പല യൂസേജസിനാണ് ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടീച്ചറാണ്, ഒരു ക്വിസ് മാസ്റ്റർ ആണ്. അപ്പൊ ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു PPT ഉപയോഗിക്കാറുണ്ട്. ഇപ്പോ ഞാനൊരു +1 ഹിസ്റ്ററി പഠിപ്പിക്കുന്നുണ്ട്. ആ സ്വാഭാവികമായിട്ടും ഹിസ്റ്ററിയിലുള്ള സ്ലൈഡ് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ സാധാരണ പവർ പോയിന്റ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പിന്നെ ഈ ഇതിലൊരു 15ഓളം ആളുകളുണ്ട്. അപ്പൊ ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസിൽ വന്നിട്ട് നിങ്ങൾ എന്തിനാണ് പവർ പോയിന്റ് ഉപയോഗിക്കുന്നുള്ള കറക്റ്റ് റീസൺ, എന്തിനാണ് ടീച്ചിങ്ങിന് എന്തിന് നോട്ട് കൊടുക്കാനാണോ, ഈ ടീച്ചിങ് ആണെന്നുണ്ടെങ്കിൽ ഏത് സ്റ്റുഡൻസ് ആണ്, ചെറിയ സ്റ്റുഡൻസ് ആണോ വലിയ സ്റ്റുഡൻസ് ആണോ സെക്കൻഡറി ആണോ അതുപോലെ തന്നെ ലോവർ പ്രൈമറി ആണോ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ടാവും എന്തിനൊക്കെ പവർ പോയിന്റ് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് മീറ്റിംഗിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ടാവും. ഞാൻ അത്തരം ഒരു ഇതിന് ഉപയോഗിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് അതിന്റെ രീതിയും മട്ടും ഭാവമൊക്കെ വ്യത്യസ്തമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് നമ്മുടെ ഓഡിയൻസ് ഒന്ന് പറഞ്ഞാൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതൊക്കെ ഒന്ന് ആരംഭിക്കാം. ഓക്കെ, ഫോർ ടീച്ചിങ് PG സ്റ്റുഡൻസ്. ഓക്കെ, ഷഹീർ പറയുന്നത് ടീച്ചിങ് ഡിഗ്രി ആൻഡ് PG സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനാണ്. ഓക്കെ, സദക്കോത്സവ വോയിസിൽ വന്നാല്. ഓക്കെ, സന്തോഷം. ഞാൻ ടീച്ചിങ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, 2 തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സിംഗ് ഉണ്ട്, ഓഫ്ലൈൻ ക്ലാസ്സിംഗ് ഉണ്ട്, പ്രൊഫഷണൽ ട്രെയിനിങ് ഉണ്ട്. അത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് നിലവിൽ ഡെയിലി നിലക്ക് തന്നെ പാർഫൈൻഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, തൊയ്യബ് ഹസനി ബിസിനസ് മീറ്റിംഗ്സിന് കമ്പനി പ്രസന്റേഷൻ ആണ്. ഓക്കെ, വാരിസ് പറയുന്നത് ഫോർ ക്വിസ് ആണ്. ഓക്കെ, നോട്ട് ഷെയറിംഗ് ആണ് SVP. ഓക്കെ 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 അപ്പോ വിവിധ പർപ്പസിലാണ് പ്രസന്റേഷന്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ എന്റെ PPT ഇൽമുല്ലാറൂലിന് വേണ്ടിയായിരുന്നു, കവിതകൾ തക്കത്തി ചെയ്യാൻ വേണ്ടി. ഓക്കെ ഓക്കെ അത് ഓക്കെ, പിന്നെ ഇൽമുല്ലാറൂലിൽ വളരെ എഫക്റ്റീവ് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ അതുപോലെ തന്നെ ഒരു PPT ചെയ്തിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത്. ഒരു ഫറായിദിന്റെ PPT ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫറായിദ് പലപ്പോഴും തസവൂറാക്കാനോ പിന്നെ അതുപോലെ മാത്തമാറ്റിക്സും മറ്റൊക്കെ ആയതുകൊണ്ട് ക്ലിയർ ആവാത്തതുകൊണ്ട് അത്തരം PPT ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോ സ്വാഭാവികമായിട്ട് വ്യത്യസ്തമായ ആവശ്യങ്ങൾക്കാണ് വ്യത്യസ്തമായ ആളുകൾ PPT ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ PPT പ്ലാനിങ്ങിലും PPT ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരു രൂപം പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും ഞാൻ ക്വിസിനാണ് ഉപയോഗിക്കുന്നത്. ക്വിസിൽ തന്നെ ഈ പറഞ്ഞ പല മെത്തേഡ്സ് അല്ലെങ്കിൽ പല കാര്യങ്ങളും ഔട്ടാണ്.
ഓക്കെ, ക്വിസ് സെപ്പറേറ്റ് വേറൊരു പിന്നെ ഗെയിമാണ്, ഗെയിമുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത്തരം വ്യത്യസ്തമായ കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളൊന്നും പിന്നെ ടച്ച് ചെയ്യാതെ അത്തരം PPT പ്ലാനിങ്ങിൽ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ, അതായത് പ്രസന്റേഷനും മറ്റുമായ കാര്യങ്ങൾ ടച്ച് ചെയ്യാതെ നമ്മൾ കുറച്ചുകൂടി ഡിസൈൻ ആൻഡ് ഈ പവർ പോയിന്റിന്റെ ഭംഗി കൂട്ടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻഷാല്ല കവർ ചെയ്യാം. അതിൽ ആദ്യമായിട്ട് നമ്മൾ പറയാനുള്ളത് ഡിസൈനിങ് മിസ്റ്റേക്സ് ആണ്. പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ ഒരു പവർ പോയിന്റിൽ ഉണ്ടാവുന്നത് ഒരു 4 തരം കാര്യങ്ങളാണ്. ഒരു 5 വേണമെങ്കിൽ കൂട്ടാം, ഷേപ്സ് വേണമെങ്കിൽ ഉൾപ്പെടുത്താം. നമുക്ക് ഇമേജിൽ ഷേപ്സിനെ കരുതിയാൽ 4 കാര്യങ്ങൾ. അതായത് ഒന്ന് ഫോണ്ട് ആണ്, ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ, ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഫോണ്ട് ആണ് അതിന്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ടെക്സ്റ്റ് നമുക്ക് എന്താ പറയുക, വളരെ ചെറിയ ടെക്സ്റ്റ് കൊടുക്കാം, സൈസ് കുറക്കാം, സൈസ് കൂട്ടാം, ഫോണ്ട് വ്യത്യസ്തമായ ഫോണ്ടുകൾ ഉൾപ്പെടുത്താം, ഇമേജസ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ അല്ലെ ഇമേജസ്. പിന്നെ എന്താണ്, ഫോണ്ടിന്റെ അപ്പുറത്ത് ഇമേജസ് ആണ്. ഇമേജസ് പറഞ്ഞാൽ ഫോർഗ്രൗണ്ട് ഇമേജ്, സബ്ജക്ട് ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ല, സബ്ജക്ട് ഇമേജ്. ഇമേജിൽ തന്നെ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് കവർ ചെയ്യാം. പിന്നെ കളേഴ്സ് ആണ്, കളർ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ലെ, ഫോർഗ്രൗണ്ട് ഇമേജ് പോലെയല്ല ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഈ ഒരു കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്യാം. ആ കവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ കാണാം. ഇതൊരു വീഡിയോ ആണ്, ഒരു 4 മിനിറ്റുള്ള വീഡിയോ ആണ് ഇത്. പിന്നെ ഡോൺ മക്മില്ലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊമേഡിയന്റെ പവർ പോയിന്റുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാം, ഫുള്ളായിട്ട് കാണണ്ട, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, വീഡിയോ ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ പറയാം, ഓക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഏതായാലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതൊരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്, ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളണം. There's some things I hate about PowerPoint, and I figure it's kind of my duty to point them out. So here we go. Here's common PowerPoint mistakes. Number 1, people tend to put every word they are going to say on their PowerPoint. ഓഡിയോ ക്ലിയർ ആണോ? അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ട്രാൻസ്ക്രൈബ് ചെയ്യാം. ഇംഗ്ലീഷ് ആണ്, അത് ഓഡിയോ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എന്താ അദ്ദേഹം പറയണെന്താ ഞാൻ പറയാം. ഓക്കെ, ഹലോ പ്ലീസ് ടെക്സ്റ്റ് ചെയ്താൽ മതി. കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോ ഇത് മോസ്റ്റ് കോമൺ പവർ പോയിന്റ് മിസ്റ്റേക്സ് പറഞ്ഞ അദ്ദേഹം പറയാണ്. ഓക്കെ, ഞാൻ ഇംഗ്ലീഷ് ആണ് സമയത്ത് കുറച്ച് ഫാസ്റ്റ് ആണ്, സ്വാഭാവികമായിട്ട് നെറ്റ് സ്ട്രീം ചെയ്യുന്ന സമയത്ത് ഒരു ലാഗ് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ പറയാം. അതായത് എന്താണ്, ആളുകൾ സാധാരണ രീതിയിൽ പലപ്പോഴും അവർ പറയാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പവർ പോയിന്റിൽ ആഡ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നമ്മളൊരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ മറ്റോ കാര്യം ക്ലാസ്സിലൊക്കെ പ്രസന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ഈച്ച് ആൻഡ് എവരി വേർഡ് നമ്മൾ പവർ പോയിന്റിൽ ആഡ് ചെയ്തിട്ട് വായിക്കുന്നത് ഒരു വൃത്തിയുള്ള കാര്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, Slides. Although this eliminates the need to memorize your talk, ultimately this makes your slides crowded, wordy, and boring. You will lose your audience's attention before you even reach the bottom of your first slide. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഈ പറഞ്ഞ ഐഡിയ ക്ലിയർ ആണോ? വേണമെങ്കിൽ ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഇപ്പൊ പറഞ്ഞ കാര്യം ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്താലേ. നെറ്റ്വർക്ക് പോയോ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അദ്ദേഹം ഒരുപാട് കാര്യം പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് ലിങ്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തായിരിക്കും നല്ലത് തോന്നുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ജസ്റ്റ് ഒരു പവർ പോയിന്റ് സ്ലൈഡ് ഉണ്ടാക്കി കാണിക്കാം. ഞാൻ Ctrl+N ക്ലിക്ക് ചെയ്തു. Ctrl+N ഫോർ ന്യൂ സ്ലൈഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. Ctrl+N ഫോർ ന്യൂ സ്ലൈഡ് അല്ലേ? ഓക്കെ, ഞാൻ ഫുൾ സ്ക്രീനിൽ ആഡ് ചെയ്യാം. ഓക്കെ, എനിക്ക് വേണ്ടത് പവർ പോയിന്റ് വർക്ക്ഷോപ്പിന്റെ ഒരു കാര്യമാണ്. പവർ പോയിന്റ് വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട ഒരു സ്ലൈഡ് ഉണ്ടാക്കാണ് വേണ്ടത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് റിമൂവ് ചെയ്യുന്നു. ഇതൊരു ലേഔട്ട് ആണ്. ഈ ലേഔട്ട് നമുക്ക് 2 രൂപത്തിൽ ഒഴിവാക്കാൻ പറ്റും. ഒന്നുകിൽ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ
എന്ത് ചെയ്യാം, ഒരു ബെറ്റർ വേ എന്ന് പറഞ്ഞാൽ എന്താണ്, റൈറ്റ് ബട്ടൺ നിൽക്കുക, അവിടെ ക്ലിക്ക് ചെയ്യുക, ദെൻ ലേ ഔട്ടിൽ പോവുക, ബ്ലാങ്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ബ്ലാങ്ക് ഷീറ്റ് ആവും. ദെൻ നമ്മൾ ഒരു ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യുന്നു, ടൈപ്പ് ചെയ്യുന്നു PowerPoint വർക്ക്ഷോപ്പ്. ഓക്കെ, ഇനി ഞാൻ ഇതിന് ഒരു ഫോണ്ട് മാറ്റുന്നു, ഒരു പോപ്പിൻസ് കൊടുക്കും. പോപ്പിൻസ് എന്നുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ഫോണ്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോണ്ട് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഈ നമ്മൾ ഇതിന്റെ കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫയല് നമ്മുടെ സിസ്റ്റത്തിലല്ലാതെ മറ്റൊരു സിസ്റ്റത്തിൽ ആണ് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ വിൻഡോസിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ടുകൾ മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഇപ്പൊ ഞാൻ പ്രസന്റ് ചെയ്യാൻ പിന്നെ ഒരു ഫയൽ ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ ലാപ്പ് കൊണ്ടുപോകുന്നില്ല, ഞാൻ ആ ഫയൽ ഷെയർ ചെയ്തു, ഷഹീറിന്റെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തു. ദെൻ ഷഹീറിന്റെ പിന്നെ സ്ഥാപനത്തിൽ പോയിട്ട് ഞാനത് പ്രസന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഷഹീറിന്റെ സിസ്റ്റത്തിൽ ഈ ഫോണ്ട് ഇല്ല, പോപ്പിൻസ് എന്നുള്ള ഫോണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പിന്നെ വേറെ ഒരു കാലിബരിയോ അല്ലെങ്കിൽ ഡിഫോൾട്ടായി മറ്റൊരു ഫോണ്ടിലേക്ക് മാറും. അപ്പോൾ ഇതിന്റെ ഡിസൈൻ നഷ്ടപ്പെടും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് നമ്മളെ വിൻഡോസിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ടുകൾ ഉപയോഗിക്കാന്നുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ലൈക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ക്ലിയർ ആണെന്ന് മനസ്സിലാവും. ഓക്കെ ഓക്കെ ഓക്കെ. ദെൻ അടുത്ത വേണ്ടത് പറയുന്നത് ഇത് പവർ പോയിന്റ് ഏതാണ്, നമ്മളിപ്പം വേർഡ് ഫയൽ 2010-11 എന്നൊക്കെ പറയില്ല, അതുപോലെ ഞാനിപ്പോ ഉപയോഗിക്കുന്നത് ഇതാണ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 ആണ്. നമ്മളൊക്കെ കുറച്ച് ഓൾഡ് വേർഷൻ ആയിരിക്കും. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടോ? ഇത് ഫ്രീ അല്ല, പെയ്ഡ് ആണ്. പിന്നെ പക്ഷെ നമുക്ക് സ്വാഭാവികമായിട്ട് പലതും ചെയ്യുന്ന പോലെ ക്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. 360 ഏതാണ് ഇപ്പൊ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസിന്റെ വിഷയത്തില് ജസ്റ്റ് പിന്നെ എന്താ ചെയ്യാ, മൈക്രോസോഫ്റ്റ് ഓഫീസ് 7 മുതലാണ് കുറച്ച് സ്റ്റാൻഡേർഡ് വന്നത്. 7 ഓക്കെ 2007, പിന്നെ 2010 വരെ ഉണ്ട്, പിന്നെ 2013, 2016, 2019, 2021, 2024 ഇതാണ് ലേറ്റസ്റ്റ്. ഇതെന്ന് പറഞ്ഞാൽ വൺ ടൈം പർച്ചേസ് ആണ്. നമ്മൾ സാധാരണ പലപ്പോഴും നമ്മുടെ കമ്പ്യൂട്ടർ വാങ്ങുന്ന സമയത്ത് അതിന്റെ കൂടെ വരുന്നത് ഈ ഒരു ഓഫീസ് വേർഷൻസ് ആണ്. ഇത്തരം വേർഷൻസ് വൺ ടൈം പർച്ചേസ് ആണ്, ഒറ്റവട്ടം പർച്ചേസ് ചെയ്താൽ മതി. പക്ഷേ മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 എന്ന് പറഞ്ഞാൽ ഇത് സബ്സ്ക്രിപ്ഷൻ ആണ്. വർഷത്തിൽ നമ്മൾ 6000-7000 രൂപ കൊടുത്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒഫീഷ്യൽ എന്താ പറയുക, നമ്മൾ ലീഗലി നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുക സബ്സ്ക്രിപ്ഷൻ ബേസിലാണ്, വൺ ടൈം പർച്ചേസ് ഇല്ല. ഈ 24-ൽ ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചർ ഉണ്ടോ, പക്ഷേ ഓഫീസ് 365 പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതെന്താ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, ഇതിൽ ലോഡ് ആവുന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഈ നമ്മൾ പറയാൻ പോകുന്ന ഡിസൈനർ ഫീച്ചർ ഉള്ളത് ഈ ഓഫീസ് 365-ലാണ്. പിന്നെ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് മോർഫാണ്, മോർഫ് ട്രാൻസിഷൻ ആണ്. ഈ മോർഫ് ട്രാൻസിഷൻ എന്നുള്ള ട്രാൻസിഷൻ എന്താ അവിടെ കാണാൻ പറ്റും, മോർഫ് ഫസ്റ്റിൽ കാണാൻ പറ്റും. ഈ ട്രാൻസിഷന് ഉള്ളത് 2019 മുതലുള്ള സിസ്റ്റത്തിലേ ഉണ്ടാവുള്ളൂ. 16 അതിൽ താഴെ ഉള്ളതിലും ആ മോർഫ് ട്രാൻസിഷൻ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. അപ്പൊ നമ്മളൊരു ഫോണ്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കുഴപ്പമില്ലാത്ത ഫോണ്ട് ആഡ് ചെയ്യണം. പിന്നെ നമ്മൾ സാധാരണ ഒരു പുതിയ ലാംഗ്വേജിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ണാപ്പി ഫോണ്ടുകൾ ആഡ് ചെയ്യരുത്. ഒരു എന്താ പറയുക, കുറച്ചും കൂടി ബെറ്റർ ഫീൽ ഉള്ള അല്ലെങ്കിൽ പ്രൊഫഷണൽ ടച്ച് ഉള്ള അങ്ങനെയൊക്കെ പറയാം അല്ലെ, ഒരു ആ രൂപത്തിലുള്ള ഫോണ്ടുകൾ എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ലോവർ പ്രൈമറി ടീച്ചേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രൂപത്തിലുള്ള കുട്ടികളെ ആകർഷിക്കുന്ന കളർഫുൾ ആയിട്ടുള്ള അത്തരം ഫോണ്ടുകൾ എന്തെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഫോണ്ടുകൾ നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഫോണ്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഡാഫോണ്ട് എന്ന സൈറ്റ് ഉണ്ട്. ഡാഫോണ്ട് എന്ന സൈറ്റ് ഉണ്ട്, ഇതാണ് സൈറ്റ്. ഈ സൈറ്റിൽ നമുക്ക് അത്യാവശ്യം ഫോണ്ടുകൾ എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഡൗൺലോഡ് ആയി ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേക പർപ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഫോണ്ടുകൾ ഇവിടെ നോക്കാം. ഞാൻ പറഞ്ഞ കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങളുടെ ലാപ്പിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അത്രയും കാര്യം ചെയ്യാൻ പാടുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫയൽ അയക്കുന്നതിന് കൂടെ ആ ഫോണ്ടിന്റെ ഫയൽ കൂടെ അയച്ചു കൊടുക്കേണ്ടി വരും. അതും നമുക്കൊരു പക്ഷേ ഒരു തിരക്കൊരു സമയത്ത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ,
എനിവേ നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്തു, പവർ പോയിന്റ് വർക്ക്ഷോപ്പിൽ ആഡ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് എന്താണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഞാൻ ജസ്റ്റ് ഹുസ്ന PLC കൊടുക്കാം, ഹുസ്ന PLC. ഓക്കെ, ഇത് ആഡ് ചെയ്തു. ഞാൻ ഫോണ്ട് മാറ്റുന്നു, പോപ്പിൻസ് ആക്കുന്നു, പോപ്പിൻസ് സെമി ബോൾഡ്. ഓക്കെ, ഫോണ്ട് സേവ് ചെയ്യുന്നു, ഒന്ന് വലുതാക്കുന്നു. ഓക്കെ, ഹുസ്ന PLC കൊടുത്തു. ഓക്കെ ഓക്കെ ഈ ടെക്സ്റ്റ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അലൈൻമെന്റ് ആണ്. ഓക്കെ, അതായത് ഞാനിപ്പോ പവർ പോയിന്റ് വർക്ക്ഷോപ്പ് എന്നുള്ളൊരു ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ പറ്റും. ഈ ടെക്സ്റ്റിന്റെ അതേ അലൈൻമെന്റിലാണ് ഞാൻ ഇത് ആഡ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഹുസ്ന PLC. ജസ്റ്റ് ഞാൻ ഇതിങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഒരു റെഡ് ലൈൻ റെഡ് ലൈൻ കാണുന്നുണ്ടോ? ഓക്കെ, ലൈക്ക് അടിച്ചാൽ ഞാൻ പിന്നെ ഒരു പ്രതികരണം മനസ്സിലാവും. യെസ്, ആ റെഡ് ലൈൻ എന്ന് പറഞ്ഞാല് മുകളിലത്തെ ടെക്സ്റ്റ് ബോക്സിന് അതേ ലെവലിലാണ് താഴെ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ളത്. ടെക്സ്റ്റ് ബോക്സ് ആണല്ലേ, അതേ ലെവലിലാണ് താഴെ ടെക്സ്റ്റ് ബോക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു അലൈൻമെന്റ് പ്രധാനമാണ്, ടെക്സ്റ്റിന്റെ കാര്യത്തിൽ അലൈൻമെന്റ് വളരെ പ്രധാനമാണ്. ഓക്കെ, ടെക്സ്റ്റിന്റെ വിഷയത്തിൽ നമുക്ക് എന്താണ് പിന്നെ അലൈൻമെന്റ് അല്ലെ, അലൈൻമെന്റ് വളരെ പ്രധാനം. ഓക്കെ, ആ ടെക്സ്റ്റ് ബോക്സ് അലൈൻമെന്റ്, യെസ്, ടെക്സ്റ്റ് ബോക്സ് അലൈൻമെന്റ് വളരെ പ്രധാനം. ഓക്കെ, അതുപോലെ തന്നെ ഫോണ്ട് പ്രധാനമാണ് അല്ലെ, ഫോണ്ട്, പിന്നെ സൈസ്. അതോടൊപ്പം തന്നെ ഫോണ്ടിന്റെ വിഷയത്തിൽ ഒരു ഇത് ഡിസൈനിങ് ആസ്പെക്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോട്ടോഷോപ്പിലാണെങ്കിലും ഏത് ഡിസൈനിങ്ങിലാണെന്നുണ്ടെങ്കിലും പിന്നെ ഫോണ്ട് പിന്നെ എന്താ പറയുക, ബോൾഡ് ആയ ഫോണ്ട് ഉണ്ടാവും, അതുപോലെ നാരോ ആയ അല്ലെങ്കിൽ റെഗുലർ ആയ ഫോണ്ട് ഉണ്ടാവും. അത് ആ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഉദാഹരണം പറഞ്ഞാല് നമ്മള് ഇവിടെ വളരെ തിന്നായിട്ടുള്ള എന്താ പറയാ പോപ്പിൻസ് ലൈറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാം. പോപ്പിൻസ് ലൈറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതും അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫോണ്ട് ഉപയോഗിക്കാം. ഓക്കെ, നമ്മളിപ്പോ രണ്ട് പിന്നെ ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈറ്റ് ആക്കുന്ന സമയത്ത് മറ്റേ എന്ത് ചെയ്യേണ്ടി വരും, ഒരു കട്ടി കൂട്ടിയിട്ടും വ്യത്യസ്തമായ രൂപത്തിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇത് ലൈറ്റ് ആക്കാൻ പറ്റില്ല എന്നല്ല, ഇത് ലൈറ്റ് ആക്കാൻ പറ്റും. അതൊക്കെ ഒരു ഡിസൈനിങ് മൈൻഡുള്ള ആളുകൾ പിന്നെ വൃത്തിയായി ചെയ്യുന്ന സമയത്ത് അതൊക്കെ എന്ത് ചെയ്യും, വളരെ മനോഹരമായി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഡിസൈനിങ് മൈൻഡ് എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും ബെസ്റ്റ് മാർഗം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, പോസ്റ്ററുകൾ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, പോസ്റ്ററുകൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു പോസ്റ്റർ എന്താ പറയുക, ഒരു കോൺഫറൻസ് പോസ്റ്റർ കാണിച്ചു നോക്കിയാൽ പോസ്റ്റർ ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇമേജിൽ പോവാം, ഒരുപാട് പോസ്റ്റേഴ്സ് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഈ ഒരു പോസ്റ്റർ എടുക്കുന്നു. ഓക്കെ, കാൻവേ ചെയ്ത പോസ്റ്ററാണ്. ഓപ്പൺ ഇമേജ്, ന്യൂ ടാബ് കൊടുക്കുന്നു. ഓക്കെ, പോസ്റ്റർ ലോഡായി. അപ്പൊ ഈ പോസ്റ്റർ നമ്മൾ എടുത്തു നോക്കുക. ഈ പോസ്റ്റർ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഡിസൈൻ പഠിക്കാൻ പറ്റും. അവരെങ്ങനെയാണ് ഫോണ്ട് ഉപയോഗിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് പിന്നെ ഫോണ്ടിന്റെ കളർ കൊടുത്തിട്ടുള്ളത്, ഫോണ്ടിന്റെ ബോൾഡ് ലെവൽ എത്രയാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഇത്തരം പോസ്റ്ററുകൾ നിരന്തരം നോക്കി പഠിക്കാൻ പറ്റും. ആ ഒരു ഡിസൈനിങ് സ്കില്ല് നമുക്ക് പോസ്റ്റർ മേക്കിംഗിൽ ഫോട്ടോഷോപ്പിൽ മാത്രം പോരാ, നല്ല പവർ പോയിന്റ് ഉണ്ടാക്കാൻ അത്തരം ഡിസൈനിങ് സ്കില്ലിന്റെ ബേസിക് സ്കിൽ നമുക്ക് അത്യാവശ്യമാണെന്ന് ഉറപ്പെടുത്തുകയാണ്. ഓക്കെ, ടെക്സ്റ്റിന്റെ വിഷയത്തിൽ നമ്മൾ ആ കാര്യം സൈസും ആ ഫോണ്ടിന്റെ ബോൾഡും അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, ഇനി ടെക്സ്റ്റ് പിന്നെ നമ്മൾ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ടെക്സ്റ്റ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ആഡ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായിട്ട് ഒരു 5-6 ബുള്ളറ്റ് പോയിന്റിന് അപ്പുറത്തേക്ക് ഒരു 10-11 ബുള്ളറ്റ് പോയിന്റ്സ് ഒരിക്കലും ഒരു സൈഡിൽ ആഡ് ചെയ്യാൻ പാടില്ല. 10-11 ബുള്ളറ്റ് പോയിന്റ്സ് ഒരിക്കലും സൈഡിൽ ആഡ് ചെയ്യാൻ പാടില്ല. ബുള്ളറ്റ് പോയിന്റ്സ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഹെഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, കൃത്യമായിട്ട് ഹെഡിങ് ഉണ്ടായിരിക്കും. നമ്മൾ റഫായി ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ ഇമേജിലേക്ക് വരാം. ഓക്കെ, ഇമേജസ്. ഇപ്പൊ ഇവിടെ എനിക്കൊരു ഇമേജ് ആഡ് ചെയ്യണം. 2 രൂപത്തിൽ ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. 2 രൂപത്തിൽ ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇമേജ് ഒന്നെന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് ഫുൾ ഇമേജ് അല്ലെ, അത് ടെക്നിക്കൽ ടൈം ഒന്നുമല്ല, എൻ്റെ ഒരു യൂസേജ് ആണ് ഫുൾ ഇമേജ്. പിന്നെന്താണ് എന്താ പറയാ, ഒരു PNG ഇമേജ്. PNG എന്താണെന്ന് അറിയില്ലേ? PNG അറിയാത്തവരുണ്ടോ? PNG എന്താണെന്ന് അറിയാത്തവരുണ്ടോ? ഹലോ, ഓക്കെ, അറിയാം. PNG അറിയാത്തവല്ല വിചാരിക്കുകയാണ്. PNG ഇമേജുകൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ പവർ പോയിന്റ് വർക്ക്ഷോപ്പ് എന്നുള്ളൊരു പിന്നെ തൊട്ട് എനിക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ക്രോമിൽ വരികയാണ്. ഇപ്പൊ ഞാൻ സെർച്ച് ചെയ്യുന്നു പവർ പോയിന്റ്.
ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യാം. അപ്പൊ സ്വാഭാവികമായിട്ട് പവർ പോയിന്റ് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് ആണ് വരിക. നോക്കാം നമുക്ക്. യെസ്, പവർ പോയിന്റിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് ആണ് വരുന്നത്. പവർ പോയിന്റുമായി ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് അല്ല. ഓക്കെ, പവർ പോയിന്റ് ലോഗോ. ഓക്കെ, അപ്പൊ പവർ പോയിന്റ് വെച്ചിട്ടുള്ള ഒരു ഇമേജ് വന്നിട്ട് അല്ലേ. ഓക്കെ, കാണാം. ഓക്കെ, ഇവിടെ ഇമേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, സ്വാഭാവികമായിട്ടും ഒരു ഡിസൈനിങ് മൈൻഡ് ഇല്ലാത്ത ആൾ സ്വാഭാവികം ഫസ്റ്റ് തന്നെ ഈ ഒരു ചൂണ്ടയിൽ കൊത്തും. ഞാനത് കോപ്പി ചെയ്യുന്നു, ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യാണ് കേട്ടോ. റൈറ്റ് ബട്ടൺ നിൽക്കുക, ഇമേജിന്റെ ചിഹ്നം ക്ലിക്ക് ചെയ്താൽ. ഓക്കെ, സെൻഡ് ടു ബാക്ക് അടിക്കാം. അപ്പൊ ബാക്കിലേക്ക് പോകും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ വൃത്തിയില്ലാതെ മനസ്സിലാവും. അതിന് കാരണം എന്താണെന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? ഈ ഒരു ഇമേജ് ഇതിന് സ്യൂട്ട് ആവുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? വൈ പറയാൻ പറ്റുമോ പ്ലീസ്? ആർക്കും പറയുന്നു എന്തുകൊണ്ട് ഡിസൈൻ വൈസ് എന്തുകൊണ്ട് ഈ ഇമേജ് ഇവിടെ സ്യൂട്ട് ആവുന്നില്ല? ഫോണ്ടും പിക്ചറും ഡാർക്ക് ആണ്. യെസ്, ഫോണ്ടും പിക്ചറും ഡാർക്ക് ആണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു ഇത് വെച്ചിട്ട് ഇത് വൈറ്റ് ആക്കാണ്. ഞാൻ ലൈറ്റ് ആക്കും. അപ്പൊ കാണുന്നുണ്ടോ? ഹലോ, ഇപ്പോഴും ഇല്ല. അപ്പൊ എന്താ പ്രശ്നം? പ്രോബ്ലം മറ്റേ ഫോണ്ടിന് സ്ട്രോക്ക് കൊടുക്കണം. ഫോണ്ടിന് സ്ട്രോക്ക് ആഡ് ചെയ്യണം എന്നാ പറയുന്നത്. ഓക്കെ, ഫോണ്ടിന് സ്ട്രോക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് ഷേപ്പ് ഫോർമാറ്റ് പോയിട്ട് ആഡ് ചെയ്യാനൊക്കെ പറ്റും അല്ലെ. ഇവിടെ ഒരുപാട് സ്ട്രോക്ക് ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ എനിവേ നമ്മൾ സ്ട്രോക്ക് ആഡ് ചെയ്താലും ഈ സ്ട്രോക്കിന്റെ തിക്നെസ് കൂട്ടിയാലും ഒരു വൃത്തി പലപ്പോഴും നമുക്ക് കിട്ടൂല. അതിന് കാരണം എന്തായിരിക്കും? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. സ്ട്രോക്ക് ആഡ് ചെയ്താൽ പിന്നെ ക്ലിയർ ആവും. പക്ഷേ ഇപ്പോഴെന്തല്ല, നമ്മൾ പ്രസന്റേഷനിൽ നമ്മൾ പോസ്റ്റർ പോലെ അല്ല. അത് ശ്രദ്ധിക്കണം. ഒരു പ്രസന്റേഷൻ പവർ പോയിന്റ് ഉണ്ടാക്കുന്ന ആൾ എപ്പോഴും കാണേണ്ടത് ഒരു ഓഡിറ്റോറിയത്തിലോ അല്ലെങ്കിൽ വലിയൊരു ഹാളിലോ പ്രൊജക്ടറിലോ ടിവിയിലോ ഈ ഒരു ഫയൽ പ്രസന്റ് ചെയ്യുന്ന രൂപത്തിലാണ്. സ്വാഭാവികമായിട്ടും സ്ട്രോക്ക് ആഡ് ചെയ്താലും പിന്നെ ഇരിക്കുന്ന ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. ക്ലിയർ ആണ് അല്ലേ? അപ്പൊ എന്തായിരിക്കും ഇമേജിന്റെ പ്രശ്നം? ഒരാൾ പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാം പെട്ടെന്ന്. പ്ലീസ്, എന്തായിരിക്കും ഇമേജിന്റെ പ്രശ്നം? ഐഡന്റിഫൈ ചെയ്ത് ക്ലിയർ ആണ്. എന്താണ് ഇമേജിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ക്ലിയർ ആവും പെട്ടെന്ന്. മൾട്ടി കളർ, യെസ്, അതാണ് വിഷയം അല്ലെ. രണ്ട് കളർ ഉണ്ട്. രണ്ട് കളർ എന്നുള്ള വിഷയം ഡാർക്കും അതുപോലെ തന്നെ വൈറ്റും ഇതിലുണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ ഇമേജിന്റെ വിഷയം. അപ്പോ പവർ പോയിന്റിൽ നമ്മൾ ഒരിക്കലും ഇത്തരം ഇമേജുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത്തരം ഇമേജ് നല്ല എത്ര മൊഞ്ചുള്ള ഇമേജ് ആണെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ചുരുക്കുള്ള ഇമേജ് ആണെങ്കിലും പവർ പോയിന്റിൽ ഇത്തരം മിക്സ്ഡ് ആയിട്ടുള്ള ഡാർക്ക് ആൻഡ് ലൈറ്റുള്ള ഇമേജുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഉപയോഗിക്കാൻ ക്രോപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു ഭാഗം മാത്രമാണ് ഉപയോഗിക്കുക. അപ്പൊ കറക്റ്റ് കിട്ടൂല അല്ലെ. അതായത് ഈ ഒരു ഭാഗം മാത്രം ജസ്റ്റ് കാണിക്കാം. ഞാൻ ക്രോപ്പ് ചെയ്ത് കാണിക്കാം. ഈ ഒരു ഭാഗമാണ് സമയത്ത് അല്ലെ. ഇപ്പൊ ഒരു ഡാർക്ക് ഉണ്ട് അല്ലെ, ജസ്റ്റ് കാണിക്കാം. ഇത് നമുക്ക് ഡ്രാഗ് ചെയ്ത് വലുതാക്കാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ പ്രശ്നം പരിഹരിക്കും. പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് പോയി പോവാണ് അല്ലെ. ഓക്കെ, ഇനി അങ്ങോട്ട് തിരിച്ചു വരുന്നു. അപ്പൊ എനിക്ക് ഇനിയിപ്പോ ഈ ഒരു ഇമേജ് ആഡ് ചെയ്യാന്ന് വിചാരിച്ചുള്ള വിഷയം എന്താണ്? ഓക്കെ, ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ഉദ്ദേശം കേട്ടോ. അതാണ് ഇത് വീണ്ടും ആവർത്തിച്ച് പറയണം. ഈ ഒരു ഇമേജ് ആഡ് ചെയ്തുള്ള വിഷയം എന്താണ്? ഒരാൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. എന്തായിരിക്കും ഈ ഒരു ഇമേജിന്റെ വിഷയം എന്താണ്? Anyone please? ഓക്കെ, ഞാൻ തന്നെ പറയാം. അതായത് ഈ ഇമേജ് ഇങ്ങനെ ഉപയോഗിക്കണം വിഷയമൊന്നുമില്ല. ഓക്കെ, ആരാ? ഒറ്റ കളറാണോ? ഓക്കെ, ഒറ്റ കളർ ആവണമെന്നുണ്ട്. പക്ഷെ ഈ ഇമേജിന്റെ വിഷയം ഞാൻ ഇവിടെ മാത്രം വെച്ചാല് ഇത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫില്ല് ചെയ്യാൻ പറ്റൂല. അതായത് ഇത് ഇവിടെ ഗ്രേഡിയന്റ് ആണ് അല്ലെ. ഈ ബാക്ക്ഗ്രൗണ്ട് ഗ്രേഡിയന്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റൂല. ഇവിടെ എങ്ങനെ വെക്കാൻ പറ്റും? അതായത് ഈ രൂപത്തിൽ ഇപ്പൊ ഞാൻ ഇപ്പൊ സെറ്റ് ചെയ്തതുപോലെ സെറ്റ് ചെയ്യാം.
ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയി കിടക്കും. ഇത് സബ്ജക്റ്റ് ആയി വെക്കാൻ പറ്റും. സബ്ജക്റ്റ് ആയി വെക്കുന്ന സമയത്ത് ഒരു വൃത്തിയില്ല എന്നല്ല, ഒരു എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ഒരു വാവ് ഫീൽ കിട്ടൂല. ഓക്കെ, ഒരു വാവ് ഫീൽ കിട്ടൂല. അപ്പം നമുക്ക് ആ ഒരു അറ്റംപ്റ്റ് നമ്മൾ ഉപേക്ഷിക്കുന്നു. പകരം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒരു പവർ പോയിന്റിന്റെ ഓക്കെ ഈ ഒരു ഇത് ഇമേജ് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഓക്കെ 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 അല്ല, ഈ ഒരു PNG നമുക്ക് ആഡ് ചെയ്യാം. ഈ ഒരു PNG നമുക്ക് ഒരു PNG നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം, ഒരു PNG ആഡ് ചെയ്യും. ഞാൻ ഈ ഒരു PNG കോപ്പി ചെയ്യുന്നു, കോപ്പി ഇമേജ് പേസ്റ്റ് ചെയ്യുന്നു. സോറി, ഈ PNG അല്ല. നമുക്ക് PNG ആക്കണമെന്ന് എന്ത് ചെയ്യാൻ പറ്റും? PNG ആക്കാൻ എന്താ മാർഗം? remove.bg ആണ് അല്ലേ? റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന സൈറ്റ് ഉണ്ട്, സിമ്പിൾ ആണ്. റിമൂവ് ബാക്ക്ഗ്രൗണ്ട് നോട്ട് ചെയ്ത് നോക്കട്ടോ, അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ. കോമൺ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റിമൂവ് BG. ഞാൻ റിമൂവ് BGയിൽ പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും. യെസ്, ഞാൻ അത് കോപ്പി ചെയ്യുന്നു, കോപ്പി ഇമേജ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കോപ്പി ചെയ്യുന്നു, അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, സബ്ജക്ട് ആഡ് ചെയ്തു അല്ലെ, ഒരു ഫോർഗ്രൗണ്ട് ഇമേജ് എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്തു. ഇപ്പൊ ഇമേജ് ഫുൾ ഇമേജിന്റെ പകരം ഫുൾ ഇമേജ് നല്ല ഇമേജ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒരു PNG ഇമേജ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലെ, ഞാനൊരു PNG ഇമേജ് ആണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? ഇനി വേണമെങ്കിൽ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും അല്ലെ. അത് നമ്മളുടെ പിന്നെ നമ്മുടെ ഇതിലുള്ള അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ്. ഓക്കെ, ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്യാൻ പോവാണ്. എന്താണ് ബാക്ക്ഗ്രൗണ്ട്? നോർമലി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറഞ്ഞാൽ സാധാരണ എന്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് ഗ്രേഡിയന്റ് കൊടുക്കാന്നുള്ളതാണ്. ഗ്രേഡിയന്റ് അല്ലെ, ഗ്രേഡിയന്റ് അറിയില്ലേ? എന്താണ് ഗ്രേഡിയന്റ് ബാക്ക്ഗ്രൗണ്ട്? മൾട്ടി കളർ അല്ലെ, ഒന്നിലധികം കളറിന്റെ മിക്സിനാണ് ഗ്രേഡിയന്റ് എന്ന് പറയാം. ഒരുപാട് ഗ്രേഡിയന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഡാർക്ക് ആണ് ഡാർക്ക് കിട്ടും അല്ലെ, സെർച്ച് ചെയ്താൽ മതി. ഇപ്പൊ റെഡ് ഗ്രേഡിയന്റ്, അപ്പൊ ലൈറ്റ് റെഡ് കൊടുത്ത് നോക്കാം, ലൈറ്റ് റെഡ് അല്ലെ, ലൈറ്റ് റെഡ് ഗ്രേഡിയന്റ് കൊടുത്താൽ ലൈറ്റ് റെഡിൽ ഒരുപാട് ഗ്രേഡിയന്റ് വരുന്ന കാണാൻ പറ്റും. യെസ്, ഓക്കെ. അപ്പം ഈ ഒരു ഗ്രേഡിയന്റ് നമ്മളെ അപ്ലൈ ചെയ്യാൻ പറ്റൂല, കാരണം അതൊക്കെ കുറച്ചുകൂടി ഡാർക്ക് ആണ്. ജസ്റ്റ് ഞാൻ കാണിക്കാം. ഇതിൽ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഗ്രേഡിയന്റ് ആണ്. ഇതൊരു വൃത്തി തോന്നുന്നില്ല. നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്താൽ, പേസ്റ്റ് ചെയ്യുന്നു, ഒന്ന് ക്രോപ്പ് ചെയ്യാം. പിക്ചർ ഫോർമാറ്റിൽ പോവാ, ക്രോപ്പ് ചെയ്യാൻ എളുപ്പമുള്ള പരിപാടി അതാണ്. ക്രോപ്പ് പോവുക, ആസ്പെക്ട് റേഷ്യോ ഉണ്ട്, വേണം ഏരിയ കേട്ടോ. ആസ്പെക്ട് റേഷ്യോ എന്നുള്ള ഫീച്ചർ ഉണ്ട്, അതിൽ പോയിട്ട് 16:9 ആണ് നമ്മളെ സ്ലൈഡിന്റെ സൈസ്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് എന്താ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും, കറക്റ്റ് സൈസ് കിട്ടും. വലുതാക്കുന്നു, സെൻഡ് ടു ബാക്ക്. ഇത് കാണാൻ വൃത്തിയില്ല, കാരണം ഈ റെഡ് എന്താണ് കുറച്ച് ഡാർക്ക് ആണ്, നമുക്ക് ഈ ഡാർക്ക് എല്ലാം വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, റെഡ് എന്നുള്ള അറ്റംപ്റ്റ് ഒഴിവാക്കിയിട്ട്, ആ ഒരു പരിശ്രമം ഒഴിവാക്കിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഗ്രേഡിയന്റ് എനിക്ക് കുറച്ച് താല്പര്യമായി തോന്നി, ഞാൻ അത് കോപ്പി ചെയ്യുന്നു, കോപ്പി ഇമേജ് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, പേസ്റ്റ്. ഓക്കെ, പിക്ചർ ഫോർമാറ്റ് പോകുന്നു, ക്രോപ്പ് അല്ലെ, ക്രോപ്പ് ആസ്പെക്ട് റേഷ്യോ 16:9 ക്ലിക്ക് ചെയ്യുന്നു. യെസ്, ദെൻ ഒരു കോർണറിലേക്ക് അടുപ്പിക്കുന്നു. യെസ്, ദെൻ ഫിൽ ചെയ്യുന്നു, സെൻഡ് ടു ബാക്ക് അടിക്കുന്നു. യെസ്, അത് കുറച്ചുകൂടി വൃത്തിയായി തോന്നുന്നുണ്ട്. ശരിയാണോ? അത് കുറച്ചുകൂടി വൃത്തിയായി തോന്നുന്നുണ്ടോ? ഒന്ന് പിന്നെ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അത് കമന്റ് ചെയ്യാം. യെസ് യെസ്. അപ്പൊ നമ്മളിവിടെ ചെയ്ത് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ കാര്യം ഫോളോ ചെയ്തിട്ടുള്ളൂ. അതായത് നമ്മൾ സബ്ജക്ട് ഇമേജ് എപ്പോഴും PNG വൃത്തി ഉണ്ടാവും, എപ്പോഴും PNG വൃത്തി ഉണ്ടാവും. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സിംഗിൾ അല്ലെ, നമുക്ക് ഒരു സബ്ജക്ട് ഒരു ഭാഗത്ത് ഉണ്ടാവുകയും ബാക്കി എല്ലാ ഭാഗവും ഡാർക്കായി. ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം, ഒറ്റ ഉദാഹരണം കാണിക്കാം. അതിനൊരു ഉദാഹരണം പറയാണ്. ഇപ്പോ ഞാൻ ജസ്റ്റ് ഈ സെയിം സാധനം കോപ്പി എടുക്കും. സെയിം സാധനം കോപ്പി എടുക്കണം എന്നുണ്ടെങ്കിൽ സ്ലൈഡ് 1 ക്ലിക്ക് ചെയ്യുന്നു, ദെൻ Ctrl+D ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ വർക്ക്ഷോപ്പ് നോക്കും, ജസ്റ്റ് മാറ്റിയിട്ട് കമ്പ്യൂട്ടർ ഒക്കെ വർക്ക്ഷോപ്പ് നോക്കുന്നു. ഇത് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കുന്നു. ഇത് ഞാൻ ഇവിടെ വരുന്നു, എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ സെർച്ച് ചെയ്യും, കമ്പ്യൂട്ടർ. യെസ്, അതൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഇമേജ് കണ്ടോ നിങ്ങൾ? ഫസ്റ്റ് ഇമേജ്. ഓക്കെ, ഈ ഒരു ഇമേജ് കാണാൻ പറ്റും. ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്യുന്നു, കോപ്പി ഇമേജ്. ഇതൊരു ക്ലിയർ ഇല്ല, വേറെ ഇമേജ് ട്രൈ ചെയ്യാം. ജസ്റ്റ് ഈ ഇമേജ് എടുക്കുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് കോപ്പി ചെയ്യുന്നു, കോപ്പി ഇമേജ് പേസ്റ്റ് ചെയ്യുന്നു. ഞാൻ പിക്ചർ ഫോർമാറ്റ് പോയിട്ട് ആസ്പെക്ട് റേഷ്യോ 16:9 ആക്കുന്നു. യെസ്, അങ്ങനെ ആക്കണം എന്നല്ല കേട്ടോ ഇത്. ഓക്കെ, എന്തിനാണ് 16:9 ആക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. 16:9 ആക്കാതെ ചെയ്യാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, മൂലയിൽ അടുപ്പിക്കുന്നു, ദെൻ വലുതാക്കുന്നു. ഇങ്ങനെ വരും അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ വലുതാക്കണം. ഒന്നുകൂടെ വലുതാക്കുന്ന സമയത്ത്
ഇത് പുറത്ത് പോകും. പുറത്തു പോകുന്ന സമയത്ത് നമുക്ക് എവിടെ പേജിന്റെ ബോർഡർ കറക്റ്റ് കിട്ടൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും ഇങ്ങനെ ക്രോപ്പ് ചെയ്യേണ്ടി വരും. എങ്ങനെ ക്രോപ്പ് ചെയ്യേണ്ടി വരും, ഇവിടെ പിടിച്ചിട്ട് മേലേക്ക് ആക്കിയിട്ട് അല്ലേ പേജ് കറക്റ്റ് ആക്കേണ്ടി വരും. അതിങ്ങനെ ചെയ്യാനായിട്ട് എളുപ്പം എന്താണ്, ക്രോപ്പിൽ പോയിട്ട് 16:9 അല്ലെ 16:9 എന്നുള്ള ഇതിന്റെ റേഷ്യോ സെലക്ട് ചെയ്താൽ മതി. ഞാൻ ഇമേജ് സെലക്ട് ചെയ്യുന്നു, സെൻഡ് ടു ബാക്ക് കൊടുക്കുന്നു, സെൻഡ് ടു ബാക്ക്. ഓക്കെ, എന്നിട്ട് ഈ ഫോണ്ട് ഒക്കെ എന്ത് ചെയ്യുന്നു, ലൈറ്റ് ആക്കും അല്ലെ, ഫോണ്ട് ഡാർക്ക് ഉള്ള മറ്റൊരു ലൈറ്റ് ആക്കും. യെസ്, ലൈറ്റ്. യെസ്, ഇപ്പോ ഇതൊരു മൾട്ടി കളർ ആണ് അല്ലെ, ഇത് ഡാർക്ക് ഉണ്ട്, കമ്പ്യൂട്ടറിന്റെ കളർ വൈറ്റ് ആണ്. പക്ഷേ നമ്മളെ ടെക്സ്റ്റ് വരുന്ന ഭാഗത്ത് അത്തരം ഒരു പ്രശ്നമേ ഇല്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണ്? ഓക്കെ, ഈ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓ യെസ് 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 യെസ്. ഇവിടെ ഇതും ഇതും തമ്മിൽ ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മൾ ആഡ് ചെയ്തു, പിന്നെ ഫോർഗ്രൗണ്ട് അല്ലെ സബ്ജക്ട് ഇമേജ് വേറെ ആഡ് ചെയ്തു. ഇവിടെ എന്നുള്ളത് സബ്ജക്ട് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്നായിട്ട് നമ്മൾ കൊടുത്തല്ലേ, ഇത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണ്, സബ്ജക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല അല്ലെ. കമ്പ്യൂട്ടർ പറഞ്ഞോണ്ട് കമ്പ്യൂട്ടർ ഇതിൽ ഉണ്ടെന്നുള്ളൂ, ലാപ്ടോപ്പിന്റെ ഇമേജ് ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഈ ഇമേജ് ക്ലീൻ ആണ്. ഇതേപോലെ ഒരു ഇമേജ് പറ്റും, ഫുൾ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഫുൾ വൈറ്റ് ആണ് സബ്ജക്ട് ഡാർക്കിലാണെന്നുണ്ടെങ്കിൽ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ഗ്രേഡിയന്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് ആ രൂപത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പവർ പോയിന്റ് ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു ക്വിസിന് സ്ലൈഡ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, ഞാൻ നഷ്ടപ്പെടുന്നത് ഇമേജ് കണ്ടെത്താനാണ്. ഇമേജ് കണ്ടെത്താൻ മാത്രമാണ്. ഇപ്പോ ഞാൻ ചില ഇമേജ്, ഒരു ക്വസ്റ്റ്യൻ ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന സംഭവമുണ്ട്. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ ഇമേജ് കിട്ടുന്നതിന് അപ്പുറത്തേക്ക് എന്തില്ല, റിസ്ക് മറ്റൊരു കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇമേജ് ഇടുക എന്നുള്ളത് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ നിങ്ങളെ പിന്നെ പവർ പോയിന്റ് സ്റ്റെൻഡിങ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഫോണ്ടിന്റെ വിഷയം അല്ലെ. നമ്മൾ ഫോണ്ടിന്റെ വിഷയം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ടെക്സ്റ്റ് അലൈൻമെന്റ് ചെയ്യണം, അലൈൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമേജസിന്റെ വിഷയത്തിൽ പറഞ്ഞു, കളേഴ്സിന്റെ വിഷയം പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് ഇമേജും പറഞ്ഞു. ഇനി ഇതിൽ പറയാൻ വിട്ടുപോയൊരു വിഷയം ഫോണ്ടിന്റെ നമ്മുടെ ഇപ്പം അതിലുള്ള ആദ്യത്തെ ഫോർമാറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു കള്ളി എടുക്കുകയാണ് ചെയ്യുന്നത്. യെസ്, അതെങ്ങനെയാണ്? അതൊന്ന് ഞാൻ എങ്ങനെ ആദ്യത്തെ നമ്മൾ ഓൾറെഡി ഉള്ള ഒരു ഉണ്ടാവുമല്ലോ, ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്നു, അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഒരു സ്ലൈഡ് ആഡ് ചെയ്യാം. ഇൻസേർട്ട് പോകുന്നു, ഒരു ഷേപ്പ് ഇടുന്നു, ടൈപ്പ് ചെയ്യുന്നു, എന്ത് പവർ പോയിന്റ്. ഓക്കെ, ഇങ്ങനെയല്ലേ ഉള്ളത്. ഇത് ക്ലിക്ക് ചെയ്യാം, ഈ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യാം. മുകളിൽ അപ്റ്റോസ് ബോഡി കാണാൻ പറ്റും. മൈക്രോസോഫ്റ്റ് 365 ഡിഫോൾട്ട് ഫോണ്ട് അപ്റ്റോസ് ആണ്. 365 വരെ ഉള്ളതിൽ കാലിബ്രി ആയിരിക്കും ഉണ്ടാവുക. അവിടെ ക്ലിക്ക് ചെയ്യാം. ഈ സെയിം ഇത് തന്നെയാണ് ഓൾഡർ ഫോണ്ട് മാറ്റാൻ സെയിം ആണ്, ഫോണ്ട് മാറ്റാൻ സെയിം ആണ്. ഞാൻ അല്ലാന്നുണ്ടെങ്കിൽ താഴോട്ടുള്ള ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള മറ്റു ഫോണ്ടുകളൊക്കെ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. ഓക്കെ, ഫോണ്ട് അങ്ങനെ ചൂസ് ചെയ്യും, വലുപ്പം സൈസ് കൂട്ടാം. അത് ബേസിക് ആയ കാര്യങ്ങൾ, ഫോർമാറ്റിംഗ് ടെക്നിക്സ് ആണ്. ഓക്കെ, ഈ കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. നമ്മൾ പറഞ്ഞ ഡിസൈൻ വൈസ് ഉള്ള കാര്യം ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. യെസ്, ഓക്കെ. ഇനി ആരാണ് മ്യൂട്ട് ചെയ്താൽ ഫോട്ടോന്റെ ആസ്പെക്ട് റേഷ്യോ. ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഫോട്ടോന്റെ ആസ്പെക്ട് റേഷ്യോ എങ്ങനെയാണ് ചെയ്യുന്നത്? ഫോട്ടോ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇമേജിന്റെ ആസ്പെക്ട് റേഷ്യോ ആണ് വിഷയമുള്ളത്. അതെങ്ങനെ ചെയ്യുന്നത്? അത് ഒരു ഇമേജ് നിങ്ങൾ ആഡ് ചെയ്താല് ഒന്നുകൂടെ കാണിക്കാം. ഒരു ഇമേജ് ആഡ് ചെയ്തപ്പോ ഇത് കോപ്പി ചെയ്യുന്നു, നമുക്ക് കാണാൻ പറ്റും. ഡിസൈനിൽ വന്നാല് ഇവിടെ ഉണ്ട് സ്ലൈഡ് സൈസ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ പഴയ കാലങ്ങൾ സ്ലൈഡിലൊക്കെ സ്റ്റാൻഡേർഡ് 4:3 ഉണ്ടായിരുന്നത്. പക്ഷെ പുതിയ എല്ലാ സ്ലൈഡ് പിന്നെ പവർ പോയിന്റ് വരെ 16:9 ആണ്. ഇത് പഴയ ഫോർമാറ്റ് ആണ്. പുതിയ ഫോർമാറ്റ് 16:9 ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക. 16:9 എന്നുള്ളത് നമ്മുടെ ടിവിന്റെയും യൂട്യൂബ് വീഡിയോ അതുപോലെ തന്നെ മോണിറ്ററിന്റെ ഒക്കെ സൈസ് ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്താല്, ഞാൻ കോപ്പി ചെയ്ത ഇമേജ് പേസ്റ്റ് ചെയ്യുന്നു. ഇത് നമുക്കറിയാം ഈ സൈസിനുള്ള ഇമേജ് അല്ല. ജസ്റ്റ് നമ്മളത് ഫില്ല് ചെയ്താല് കാണാൻ പറ്റും, ഉണ്ടോ? അത് ഫുൾ ആവുന്നില്ല. അപ്പൊ അത് ഫില്ല് ചെയ്യാൻ നമ്മൾ ക്രോപ്പ് ചെയ്യുന്നത്. അപ്പൊ പിക്ചർ ഫോർമാറ്റ് പോവാം. ഓക്കെ, ഇമേജ് ക്ലിക്ക് ചെയ്യാം, പിക്ചർ ഫോർമാറ്റ് പോവാം. അതിൽ ക്രോപ്പ് ഉണ്ടാവും. ക്രോപ്പിൽ താഴെ ആരോ ക്ലിക്ക് ചെയ്യാം. ഇതിലുണ്ടാവും റേഷ്യോ, ആസ്പെക്ട് റേഷ്യോ. അവിടെ നിന്ന് 16:9 ക്ലിക്ക് ചെയ്യാം. ദെൻ എന്താ ചെയ്യാ, പിക്ചറിന്റെ അകത്ത് ക്ലിക്ക് ചെയ്യരുത്, പുറത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യുന്നു പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ?
ഓക്കെ, ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആസ്പെക്ട് റേഷ്യോ എവിടെ നിന്ന് ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ റേഷ്യോ ഉണ്ട് എന്നുള്ള കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മതി. ഓക്കെ, നമ്മൾ മൂവ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഓക്കെ, ഇനി കുറച്ച് നമ്മളെ ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് ഗോൾഡൻ റൂൾസ് പറയാം. ഒരുപാടുണ്ട്, അല്ല ജസ്റ്റ് ബേസിക് കുറച്ച് കാര്യങ്ങൾ പറയാം. എപ്പോഴും ടെക്സ്റ്റ് കുറവായിരിക്കണം. ഇതിപ്പോ ഞാൻ ഈ ഒരു സ്ലൈഡ് ചെയ്തത് നിങ്ങൾക്ക് നോട്ടായിട്ട് ഇതെന്ത് PDF ആക്കി തരാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് കുറച്ചുകൂടി കണ്ടന്റ് ആഡ് ചെയ്ത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ടെക്സ്റ്റ് എപ്പോഴും കുറവായിരിക്കണം, ഇമേജ് സംസാരിക്കണം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഡിസൈൻ യുവർ പ്രസന്റേഷൻ ടു വൗ. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ജനറലി ഞാൻ പലപ്പോഴും കാണുന്ന ഒരു 99% സ്ലൈഡുകളും ബേസിക് സ്ലൈഡുകളാണ്. അതിൽ ഒരു ഡിസൈൻ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അട്രാക്ഷൻ ഉണ്ടാവില്ല. അതേസമയം ആ 99% ആളുകൾ അങ്ങനെയാണ് സമയത്ത് നമ്മൾ 1% നമ്മൾ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്താൽ സ്വാഭാവികമായിട്ട് ഓഡിയൻസ് ഒന്ന് ശ്രദ്ധിക്കും. അതുകൊണ്ട് ഇപ്പോൾ വൗ ആയിട്ട് ചെയ്തിരിക്കണം. പിന്നെ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും ഒരു സ്ലൈഡും വെറുതെ ഇടാൻ പാടില്ല അല്ലെ. വെറുതെ സ്ലൈഡ് ഉണ്ടായാൽ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും പലപ്പോഴും. അതുപോലെ തന്നെ റീഡബിൾ കളേഴ്സ് ആൻഡ് ഫോൺസ് എപ്പോഴും ചൂസ് ചെയ്യണം. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഫോണ്ടിൽ ഇത് പറഞ്ഞതാണ്. പ്രാക്ടീസ് വിത്ത് എ ടൈമർ അല്ലെ. എപ്പോഴും പ്രസന്റേഷനിൽ ഒരു ബിസിനസ് പ്രസന്റേഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും ക്ലാസ്സിൽ നോട്ട് കൊടുക്കുന്ന സമയത്ത് ആ വിഷയം വരുന്നില്ല. പലപ്പോഴും നമ്മൾ ഇപ്പോ പല ആളുകൾക്കും സംഭവിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ PPT ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പ്ലാനിങ് ഇല്ലാത്തതിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, 10-15 സ്ലൈഡ് ഉണ്ടാക്കും, ഒരുപാട് കണ്ടന്റ് കുത്തി നിറക്കും. പക്ഷെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് 10 മിനിറ്റ് അങ്ങനത്തെ പ്രസന്റ് ചെയ്യാനേ പറ്റൂല. ആ കണ്ടന്റ് വായിച്ച് തീരൂല 10 മിനിറ്റ് കൊണ്ട്. അങ്ങനെ സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പിന്നെ ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. ടൈമിംഗ് വളരെ കറക്റ്റ് ആക്കണം. അടുത്ത ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ലൈഡ് ചേഞ്ചർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സ്ലൈഡ് ചേഞ്ചർ ഇത് ഞാൻ ഉപയോഗിക്കുന്ന സ്ലൈഡ് ചേഞ്ചർ ആണ്. ഇത് പറഞ്ഞാൽ ഇങ്ങനെ ചിപ്പ് ഉണ്ടാവും, ജസ്റ്റ് ചിപ്പ് ഉണ്ടാവും. ഈ ചിപ്പ് നമ്മുടെ ലാപ്പിൽ കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലൊരു എന്താ പറയാ, കാണാൻ പറ്റുന്ന എന്താ പറയാ, ഓക്കെ LED. ഓക്കെ, ഒരു പോയിന്റർ ഉണ്ട് നമുക്ക്, നമ്മളെ സ്ക്രീനിലേക്ക് അടിക്കാൻ പറ്റിയ ഒരു LED, ഒരു ലേസർ പോയിന്ററും ഉണ്ട്. ഇതിന് എമൗണ്ട് ഏകദേശം അറൌണ്ട് 300 to 400 500 ഒക്കെ എന്തുണ്ട് നമ്മൾ പിന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും സാധനം കിട്ടാണ്ട്. ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ട്, 3000-4000 ഉള്ളത്, ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇപ്പൊ എന്റെ അടുത്ത് ഒരു 2 വർഷത്തോളമായി ഒരു കംപ്ലൈന്റ് ഇല്ല, ഒരു ബാറ്ററി മാറി അല്ലാതെ കംപ്ലൈന്റും ഇല്ല. ഇത് ഏകദേശം 400 രൂപന്റെ സാധനമാണ്. ഫ്ലിപ്കാർട്ടിൽ ആമസോൺ സ്ലൈഡ് ചേഞ്ചർ സെർച്ച് ചെയ്ത സാധനം കിട്ടാണ്ട്. ഓക്കെ, ഇത് പ്രസന്റേഷൻ പോണ ആളുകൾ മസ്റ്റ് അത് ഉണ്ടായിരിക്കണം. കയ്യിൽ പ്രസന്റേഷൻ നമ്മളൊരു മൗസ് ക്ലിക്ക് ചെയ്യാൻ, മൗസ് ഇപ്പൊ ഇത്രയും ബ്ലൂടൂത്ത് മൗസുകൾ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അഭംഗിയാണ്. ഇതാകുമ്പോൾ വളരെ നമ്മുടെ പ്രസന്റേഷൻ സ്റ്റൈല് വർദ്ധിപ്പിക്കാൻ ഇത് മസ്റ്റ് ആണ്. അപ്പൊ ഇത്തരം കാര്യം നമ്മുടെ കയ്യിൽ നിർബന്ധമായി ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത ഒരു പോയിന്റ് എന്നുള്ളത്. ഇനി നമ്മൾ മോർഫിലേക്ക് വരികയാണ്. നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മോർഫാണ്. ഓക്കെ, മോർഫ് ട്രാൻസിഷൻ ആണ്. ഓക്കെ, അതിലേക്ക് വരാം. അപ്പോ പിന്നെ എല്ലാവരും കമന്റ് ചെയ്താൽ നന്നാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓഫീസ് വേർഷൻ ഏതാണെന്നുള്ളത്. 2019 മുതലുള്ള ഓഫീസ് വേർഷനിൽ മാത്രമേ മോർഫ് ഉള്ളൂ എന്നുള്ളത് ഓർമ്മിക്കണം. അപ്പൊ വേർഷൻ കമന്റ് ചെയ്താൽ നന്നാവും. വേർഷൻ എങ്ങനെ ചെക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഒന്നുകിൽ നിങ്ങൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് വരും, മുകളിൽ വരും. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ഫയലിൽ പോവാം. ഓക്കെ, ഫയലിൽ പോയാല് അക്കൗണ്ട് ഉണ്ടാവും, അക്കൗണ്ട് ഇൻഫോ. അക്കൗണ്ടിൽ വന്നാൽ അവിടെ കാണാൻ പറ്റും, മൈക്രോസോഫ്റ്റ് 365 കാണാൻ പറ്റും. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓഫീസ് വേർഷൻ കമന്റ് ചെയ്താൽ നന്നാവും. ഓക്കെ, എല്ലാവരും ഉപയോഗിക്കുന്ന വേർഷൻ കമന്റ് ചെയ്താൽ നന്നാവും. ഓക്കെ, 365. ഓക്കെ, ഉഷാർ. ഓക്കെ, ഇനി ഓക്കെ 365 ഷിഹാസ് 2019. ഓക്കെ, 19 മോർഫിന് അത് മതിയാവും. ഡിസൈനറിന് 365 മസ്റ്റ് ആണ്. ഓക്കെ, 365. ഓക്കെ, പുതിയ ലാപ്പ് എടുക്കുന്ന ആളുകൾ പലപ്പോഴും അത് ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് അതിന്റെ കൂടെ. വേറെ ആരും ലാപ്പ് ഉള്ളവരില്ലേ? വേറെ ആരെങ്കിലും സിസ്റ്റം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. മോർഫ്. ഓക്കെ, മോർഫിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്? സ്റ്റാർട്ട് ചെയ്ത ട്രാൻസിഷൻസ്. എന്താണ് ട്രാൻസിഷന് ഒന്ന് പിന്നെ താരീഫ് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറഞ്ഞാൽ നന്നാവും. ഒരു ഇന്ററാക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഓക്കെ,
എന്താണ് ട്രാൻസിഷൻ? ഒരു താരീഫ് പറയാൻ പറ്റുമോ? ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് മാറുമ്പോൾ യെസ്. പിന്നെ ബാക്കി ഇങ്ങനെ പറഞ്ഞ അതെ, ഒരു സ്ലൈഡിൽ നിന്നും അടുത്ത സ്ലൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റിനാണ് ട്രാൻസിഷൻ എന്ന് പറയാം അല്ലെ? എഫക്ട് അല്ലെ? അപ്പൊ അതായത് നമുക്ക് പിന്നെ വളരെ പിന്നെ എളുപ്പത്തിൽ പറയാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു പേജിൽ നിന്നും അടുത്ത പേജിലേക്ക് അല്ലെ, അങ്ങനെ വേണമെങ്കിൽ പറയാം, കുറച്ചുകൂടി എളുപ്പമാവും. ഒരു പേജിൽ നിന്നും അടുത്ത പേജിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എഫക്റ്റിനാണ് ട്രാൻസിഷൻ എന്ന് പറയാം അല്ലെ? ഒരുപാട് ട്രാൻസിഷൻ ഉണ്ട് അല്ലെ? അപ്പോൾ നിലവിൽ ഞാൻ ഇപ്പോൾ ഒന്നാമത്തെ സ്ലൈഡിലുള്ളത് കാണാൻ പറ്റും, റെഡ് സ്ലൈഡ് കാണാൻ പറ്റും. ഈ റെഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ ട്രാൻസിഷൻ അപ്ലൈ ചെയ്താൽ 0 to 1 ട്രാൻസിഷൻ ആണ് വരിക. ഓക്കെ, ഈ ഒരു സ്ലൈഡിന് ഞാൻ ട്രാൻസിഷൻ അപ്ലൈ ചെയ്താൽ സ്ലൈഡ് 0-ൽ നിന്നും സ്ലൈഡ് 1-ലേക്കുള്ള എഫക്റ്റ് ആണ് വരിക. ജസ്റ്റ് കാണിക്കാം. ഞാൻ അവിടെ പുഷ് ആഡ് ചെയ്തു, പുഷ്. ഓക്കെ, അപ്പൊ കാണാൻ ഡാർക്ക്, ജസ്റ്റ് പ്ലേ ചെയ്യാം. അപ്പൊ ഡാർക്കിന്ന് റെഡിലേക്ക് വന്ന് കാണാൻ പറ്റും അല്ലെ? ആദ്യം ഡാർക്ക് ആണ് 0, ആ ഡാർക്കിൽ നിന്നും റെഡിലേക്ക് വന്ന എഫക്റ്റ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്ലൈഡ് എടുക്കുന്നു. ഇത് ഞാൻ ഇവിടെ വരുന്നു എന്ത്, ഇതിൽ ഒരുപാട് പിന്നെ ട്രാൻസിഷൻ കാണാൻ പറ്റും. ഇതിൽ എക്സൈറ്റിംഗ് ആണ് കുറച്ച് ട്രാൻസിഷൻ ഉണ്ട് അല്ലെ? കുട്ടികളൊക്കെ നമുക്ക് വളരെ പിന്നെ എന്താണ് കുറച്ചുകൂടി ആകർഷകമായിട്ടുള്ള സ്ലൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സൈറ്റിംഗ് വളരെ യൂസ്ഫുൾ ആണ്. ഇത് ഡ്രൈപ്പ്, കർട്ടൻ ഒരുപാടുണ്ട്. ഇത് കർട്ടനുള്ള ഒരു ഇതാണ് ഉപയോഗിക്കുകയാണ്. ജസ്റ്റ് നോക്കാം. യെസ്, കർട്ടൻ. അപ്പോ നമ്മൾ ഒന്നാമത്തെ റെഡ് ഞാൻ അങ്ങനെ അതിനെ ആഡ് ചെയ്തതാണ് അല്ലെ? കർട്ടൺ ആക്കാൻ വേണ്ടി റെഡ് ആഡ് ചെയ്തു. അപ്പോൾ റെഡ് കർട്ടൺ ആയിട്ട് ആക്ട് ചെയ്തു. ഇത് റെഡ് കർട്ടൺ, ഇതിന്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ആഡ് ചെയ്യാൻ പറ്റും അല്ലെ? ഇൻസേർട്ട് പോയിട്ട് എന്ത് ചെയ്യാൻ, ഇതിൽ പുതിയ പിന്നെ പവർ പോയിന്റിലൊക്കെ ഓൺലൈൻ പിക്ചേഴ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ക്രോമിൽ പേസ്റ്റ് ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് റെഡ് കർട്ടൺ ആഡ് ചെയ്തു. റെഡ് കർട്ടൺ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് കർട്ടൺ കിട്ടും. യെസ്, ഞാൻ ഈ കർട്ടൺ ആഡ് ചെയ്യുന്നു, ഇൻസേർട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇതൊന്ന് ക്രോപ്പ് ചെയ്യാം. ക്രോപ്പ് ചെയ്യുന്നു. യെസ്, ഇനി നമുക്ക് പ്ലേ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. യെസ്, കർട്ടൺ കാണാൻ പറ്റും. അപ്പോൾ കർട്ടൺ എന്ത് ചെയ്യുന്നു, ഈ രൂപത്തിൽ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സ്ലൈഡിലേക്ക് എൻട്രൻസ് കൊടുക്കുന്ന രൂപത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ. ഒരുപാട് ട്രാൻസിഷൻ ഉണ്ട് അല്ലെ? ഒരുപാട് ട്രാൻസിഷൻ ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. എക്സൈറ്റിംഗ് ഒറിഗാമി അല്ലെ? അതുപോലെ തന്നെ എയർപ്ലെയിൻ, അതുപോലെ തന്നെ എന്താണ് വിൻഡ്, ഒരുപാട് ട്രാൻസിഷൻ ഉണ്ട്, എഫക്റ്റുകൾ ഉണ്ട്. പിന്നെ ഇതില് ഒരു പിന്നെ എന്താ ഒരു പ്രൊഫഷണൽ പരിപാടികളിലോ ഒരു നല്ലൊരു വേദികളിൽ ഒരിക്കലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ട്രാൻസിഷൻ ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിച്ചുള്ള വിഷയം നമുക്ക് എന്താ ഒരു പിന്നെ എന്താ ആ ഒരു ഫീലിംഗ് ഉണ്ട്, ഒരു കണ്ണാപ്പി ഫീലിംഗ് എന്ന് പറഞ്ഞ ഫീലിംഗ് ഇവിടെ വരും. അതുകൊണ്ട് തന്നെ ഈ മുകളിൽ കാണുന്ന സബ്റ്റിൽ കാണുന്ന ഈ ഒരു പിന്നെ ഒരു മാന്യമായിട്ടുള്ള ട്രാൻസിഷൻ ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കുട്ടികൾക്ക് അല്ലെ, കുട്ടികളൊന്ന് എക്സൈറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സൈറ്റിംഗ് ട്രാൻസിഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ട്രാൻസിഷൻ ആണ് മോർഫ്. ഓക്കെ, മോർഫിലേക്ക് വരാം. ഞാൻ ബ്ലാങ്ക് സ്ലൈഡ് ആഡ് ചെയ്യാണ്. ഞാൻ ഇൻസേർട്ടിൽ വരുന്നു. ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് ആഡ് ചെയ്യണം. ഷേപ്പ്. ഓക്കെ, ഷേപ്പ് ആഡ് ചെയ്യുന്നു. ഒരു ഷേപ്പാണ് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ എത്ര ചെറിയ ഷേപ്പ് ഇട്ടു. ഈ സെയിം ഷേപ്പ് ഞാൻ കോപ്പി ചെയ്യാണ്. കോപ്പി അല്ല, സ്ലൈഡ് അടക്കം കോപ്പി ചെയ്യാണ്. നോക്കണേ, ഞാൻ 6ാമത്തെ സ്ലൈഡ് ക്ലിക്ക് ചെയ്തു, Ctrl D. ഓക്കെ, സ്ലൈഡ് കോപ്പി ആയി. ഇനി ഞാൻ സ്ലൈഡിന്റെ ഈ ഒരു ഷേപ്പിനെ വിടുത്ത് കൂട്ടുന്നു. ഓക്കെ, അവിടെ കളർ ജസ്റ്റ് ചേഞ്ച് ചെയ്യുന്നു. ഷേപ്പ് ഫില്ല് പോയിട്ട് ജസ്റ്റ് കളർ ഒന്ന് ഫില്ല് ചെയ്യുന്നു, കളർ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഞാൻ വീണ്ടും Ctrl D അടിക്കുന്നു. ഈ 7ാമത്തെ സ്ലൈഡ് Ctrl D. D ഫോർ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നു, വലുതാക്കുന്നു, കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം, ഗ്രീൻ ആക്കും. ഞാൻ വീണ്ടും Ctrl D അടിക്കുന്നു, ചെറുതാക്കുന്നു. ഓക്കെ, ഇനിയാണ് ഈ മോർഫിന്റെ മാജിക് വരുന്നത്. ഞാൻ 1 മുതൽ ഈ 6 വരെ സെലക്ട് അല്ലേ, ഈ 9 മുതൽ 6 വരെ സെലക്ട് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഷിഫ്റ്റ് നെക്കിയിട്ട് അല്ലേ, ഷിഫ്റ്റ് നെക്കിയിട്ട് അവസാനത്തെ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് അല്ലേ, ഷിഫ്റ്റ് നെക്കി അല്ലേ, ഒന്ന് സെലക്ട് ചെയ്യാം, ദെൻ ഷിഫ്റ്റ് നെക്കിയിട്ട് മറ്റൊരു സെലക്ട് ചെയ്താൽ അതിന്റെ ഇടയിലൊക്കെ സെലക്ട് ആവും. ഓക്കെ, ഞാൻ ട്രാൻസിഷനിൽ വരുന്നു, മോർഫ് അപ്ലൈ ചെയ്യുന്നു. ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്യാണ്, പ്ലേ ചെയ്യുന്നു, 6 പ്ലേ ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു എന്താണ് ഒരു ഷേപ്പാണ്. ദെൻ അടുത്ത ക്ലിക്കിൽ എന്ത് ചെയ്യുന്നു, ആ ഷേപ്പ് വലുതാകുന്നു, കളർ മാറുന്നു. അടുത്ത ക്ലിക്കിൽ ആ ഷേപ്പ് വലുതാകുന്നു, കളർ മാറുന്നു, ചെറുതാകുന്നു, കളർ മാറും അല്ലേ? യെസ്, മോർഫ് മനസ്സിലായോ? ക്ലിയർ ആണോ? ഇതിന്റെ ഒരു പോസിബിലിറ്റി മനസ്സിലായോ? മോർഫ് എവിടുന്നാ ഈ ക്ലിക്ക് ചെയ്തേ? ട്രാൻസിഷനിൽ ഫസ്റ്റ് മോർഫ് ഇതാ, ട്രാൻസിഷൻ ഒന്നാം. ഓക്കെ, ജസ്റ്റ് ലാപ്പ് ഉള്ള ആളുകൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലാപ്പ് ഇല്ലാത്ത ആളുകൾ ഞാൻ ചെയ്ത മോർഫില് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ആ ഷേപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആവും.
ഞാൻ ചെയ്തൊരു ക്വിസിന്റെ സ്ലൈഡാണ്. ഈ സ്ലൈഡിന്റെ സൈസ് 200 MB ആണ്. ഓക്കെ, ഞാൻ അത്രയും ക്വാളിറ്റി ഇമേജ് ആഡ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ജസ്റ്റ് കാണിക്കാം. ക്വിസിങ് ഇതിൽ എന്തൊക്കെയുണ്ട് കാണാൻ പറ്റും. ഈ കാണുന്നത് എന്താണ്, മോർഫാണ്. ഈ കാണുന്നത് മോർഫാണ് ഇപ്പൊ ഉപയോഗിച്ചത്, ആനിമേഷനും അല്ല. അടുത്തത് സെക്ഷനുകൾ കാണാൻ പറ്റും. ഇത് മോർഫാണ്. ഇതൊക്കെ മോർഫാണ്. ഇവിടെ ഒരു ആനിമേഷനും ഇല്ല, ജസ്റ്റ് മോർഫ് മാത്രമേ ഉള്ളൂ ഇവിടെയൊക്കെ. അപ്പൊ ഇത്ര സ്റ്റണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മോർഫ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ആദ്യം ഈ ഷേപ്പ് ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത ആളുകൾ ജസ്റ്റ് കമന്റിൽ ചെയ്തു ഡൺ എന്ന് എന്തെങ്കിലും കമന്റ് ചെയ്യാം. ഓക്കെ, ചെയ്ത ആളുകൾ ഷേപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. ഷേപ്പ് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ കാണിച്ച PPT ഒന്നുകൂടെ കാണിക്കോ നിങ്ങളെ ക്വിസിന്റെ? ചെയ്യണോ? ഇതാണ് കാണാൻ പറ്റില്ലേ, ഓരോന്ന് ഷേപ്പ് മാറണം. ഞാൻ ചെയ്ത് കാണിക്കട്ടോ, ചെയ്ത് കാണിക്കാം. ഇതെങ്ങനെ ചെയ്യാന്ന് കാണിക്കാം. ഷേപ്പിന്റെ അകത്ത് ഇത് ഷേപ്പാണ്, ഷേപ്പിനകത്ത് ഇമേജ് ആഡ് ചെയ്താണ്. നമുക്ക് ഷേപ്പിന് ഇമേജ് ഫില്ല് കൊടുക്കാൻ പറ്റും. അത് ഇങ്ങനെ ചെയ്താണ്. ഇത് എന്റെ ഐഡിയ അല്ല, ഞാൻ യൂട്യൂബിൽ വീഡിയോ കണ്ടു, ജസ്റ്റ് മോർഫിന്റെ അതുപോലെ കോപ്പി ചെയ്തതാണ്. ഓക്കെ, അതായത് ചെയ്ത ആളുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. Okay, done. Junaid okay, you're done. Next. ചെയ്യാൻ പറ്റുന്നുണ്ടോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? Sadaqatullah Ustad. Okay, clear. VP clear. CP. Voice and videos എങ്ങനെ ആഡ് ചെയ്യും? ഓക്കെ, വോയിസും വീഡിയോസും ഓഡിയോ നമുക്ക് ആഡ് ചെയ്യാൻ വേറെ ചാപ്റ്റർ ആണ്, നമ്മൾ പറയാൻ ഉദ്ദേശിച്ചില്ല. ജസ്റ്റ് പറയാം. ജസ്റ്റ് ഇൻസേർട്ട് പോയാൽ നമുക്ക് എന്താ ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റും. ഓഡിയോ ഓക്കെ, വീഡിയോ അതേപോലെ ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇവിടെയുള്ള വീഡിയോ കാണാൻ പറ്റില്ലേ, ഈ ഇദ്ദേഹത്തിന്റെ വീഡിയോ, ഈ ഡോൺ മക്മില്ലന്റെ വീഡിയോ അങ്ങനെ ആഡ് ചെയ്തതാണ്. ജസ്റ്റ് പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതില് ഓഡിയോന്റെ ഞാൻ ഫയൽ കാണിക്കാം. ഞാൻ ചെയ്തൊരു ഹു വാണ്ട്സ് ടു ബി എ മില്യണറിന്റെ ഒരു ഫയൽ കാണിക്കാം. യെസ്, ജസ്റ്റ് കാണിക്കാം, പ്ലേ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരികയാണ്. സൗണ്ട് കുറച്ച് ജാസ്തിയാണ് അല്ലേ, കുറച്ച് കുറക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇതില് ടൈം ക്ലിക്ക് ചെയ്താൽ ടൈമർ സ്റ്റാർട്ട് ആവും. അപ്പൊ ടൈമിന്റെ ഓപ്ഷൻ അല്ല ആ ഒരു എഫക്റ്റ് ആഡ് ആവും. ഇനി അല്ലേ ഒരു ഇതാണ് ആൻസർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അതുപോലെ തന്നെ 50-50 ഒക്കെ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. എസ് കൊടുത്താൽ 2 ഓപ്ഷൻ പോകും അല്ലെ. ഓഡിയൻസ് പോകാൻ ഒരുപാട് ഓപ്ഷൻ ഉള്ള സ്ലൈഡാണ്. ഏകദേശം ഒരു 4 കൊല്ലം മുമ്പ് ചെയ്തൊരു ഫയലാണ്. ഓക്കെ, ഇതൊക്കെ ഓഡിയോ വെച്ച് ചെയ്ത ഫയലാണ്. ഓഡിയോ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഒരുപാട് സമയമെടുത്ത് ചെയ്തതാണ് അന്ന്. ഓക്കെ, നോക്കി ചെയ്താൽ മതി, റിസ്ക് ഉള്ള കാര്യമല്ല. ഓക്കെ, നമ്മളിതിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, ചെയ്തോ?
സൗണ്ട് ഇല്ല. സൈസ് കൂടും. ഓക്കെ, ഡെഫിനറ്റ്ലി സൈസ് കൂടും. സൈസ് കൂടിയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്വാഭാവികം നമ്മുടെ ലാപ്പ് അത്ര പവർ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഹാങ് ആവും. സിസ്റ്റം പവർ പോയിന്റ് ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവും. ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യേണ്ടി വരും. ഞാൻ 200 MB ഒരു ഫയൽ കാണിച്ചു, നേരത്തെ ചെയ്തൊരു ഫയൽ. അതിൽ അത്ര ഒരു ക്വാളിറ്റി ഒരു ഇമേജ് എന്ത് ചെയ്തിട്ടില്ല, ലെസർ ക്വാളിറ്റിയുള്ള ഇമേജിലൊക്കെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയുള്ള ഇമേജ് ആഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് അത്ര നിർബന്ധം ഉണ്ടായിരുന്നു ആ പവർ പോയിന്റ് അത്ര സ്റ്റണ്ടിങ് ആയിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് 200 MB ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ടൈം എടുത്താണ് ചെയ്തത്. ചിലപ്പോൾ ക്ലോസ് ചെയ്യേണ്ടി വരും ഹാങ് ആയിട്ട്. ഓക്കെ, എനിവേ നമ്മൾ മോർഫിലേക്ക് തിരിച്ചു വരാം. മോർഫിലെ ടെക്സ്റ്റ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിക്കാം. ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റിന് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ സെയിം എഫക്ട് ടെക്സ്റ്റും കാണിക്കും. യെസ്, നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, ഉസ്ന PLC ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇൻസേർട്ടിൽ എന്തൊക്കെ ഫോണ്ട് മാറ്റുന്നു, ഫോക്കസ് എക്സ്ട്രാ ബോൾഡ്, സൈസ് കൂട്ടുന്നു. സെയിം സാധനം കോപ്പി ചെയ്യുന്നു. Ctrl+C, ഇവിടെ വരുന്നു, Ctrl+V അടിക്കുന്നു. ദെൻ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരുന്നു, കളർ മാറ്റുന്നു. ഓക്കെ, ചെറുതാക്കുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, വലുതാക്കുന്നു, കളർ ഇങ്ങനെ ആക്കുന്നു. നമുക്ക് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ടെക്സ്റ്റ് അതേപോലെ എന്ത് ചെയ്യും, ആക്ട് ചെയ്യും. ഷേപ്പ് പോലെ തന്നെ ടെക്സ്റ്റ് ആക്ട് ചെയ്യും. സ്പെല്ലിങ് മാറിയത് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനെ കൂടെ മനസ്സിലാക്കാം. ഇനി ഞാൻ ചെയ്തൊരു കാര്യം ചെയ്ത് കാണിക്കാം. ഓക്കെ, സ്ലൈഡ് ആഡ് ചെയ്യുന്നു, ഇൻസേർട്ട് പോകുന്നു, ഷേപ്പ് ആഡ് ചെയ്യാണ്. ഞാൻ നേരത്തെ കാണിച്ചൊരു എന്താ പറയുക ഇമേജിന്റെ ഉണ്ട് അല്ലെ, ജസ്റ്റ് ഇങ്ങനെ ഒരു സെക്ഷൻസ് മാറുന്ന സമയത്ത് ഇമേജിന്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് അതിന്റെ ഒരു ചെറിയ രൂപം ഉണ്ടാക്കാം. ഈ റൗണ്ടഡ് റെക്ടാങ്കിൾ ആഡ് ചെയ്യുന്നു. റൗണ്ടഡ് റെക്ടാങ്കിൾ വരക്കുന്നു. ദെൻ ഈ യെല്ലോ പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെറുതാക്കാൻ പറ്റും. ഇതിന്റെ കോർണർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഞാൻ Ctrl+D ഫോർ ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, ഒരു 4 ആഡ് ചെയ്യും, 3 യെസ്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും, Ctrl+D. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും ഇവിടെ കൊണ്ടുവരുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, ഇത് വലുതാക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ ഒരു യെല്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. Then okay, ഇതൊന്നും വലുതാക്കാം. യെസ്, ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. യെസ്, Ctrl+D എന്ത് ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. യെസ്. ദെൻ ഇതെന്ത് ചെയ്യുന്നു, ഇത് സെയിം ആ രൂപത്തിൽ ചെയ്യുന്നു. യെസ്, ചെറുതാക്കുന്നു. യെസ്, ഇനി എന്ത് ചെയ്യാം, ഇത് Ctrl+D അടിക്കുന്നു. ദെൻ ചെറുതാക്കുന്നു. ഓക്കെ, ഇത് ഇതേ രൂപത്തിൽ ചെയ്യുന്നു. ഇതിനകത്ത് ഇമേജ് ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഇനി അതൊക്കെ സെലക്ട് ചെയ്യുന്നു, ട്രാൻസിഷനിൽ പോകുന്നു, മോർഫ് അപ്ലൈ ചെയ്യുന്നു. ദെൻ ഇവിടെ വരുന്നു, പ്ലേ ചെയ്യുന്നു, കാണാൻ പറ്റും. യെസ്, ഇത് നമുക്ക് ഫാസ്റ്റ് കൂട്ടാട്ടോ. ഇതിന്റെ ഫാസ്റ്റ് വർദ്ധിപ്പിക്കാം. എങ്ങനെ വർദ്ധിപ്പിക്കാം, അതൊക്കെ സെലക്ട് ചെയ്യാം. ഈ ഡ്യൂറേഷൻ കാണാൻ, ഇവിടെ ഡ്യൂറേഷൻ അത് കുറക്കാട്ടോ. ഞാനൊരു 1 മിനിറ്റ് ആക്കുന്നു, 1 സെക്കൻഡ് ആക്കുന്നു. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ചെയ്ത് നോക്കും. ഇതൊന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് നോക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ലൈക്ക് അടിക്കാം. യെസ്, ഓക്കെ. യെസ്. അപ്പൊ മോർഫ് വെച്ച് ഒരുപാട് മാജിക് ചെയ്യാൻ പറ്റും. അപ്പൊ ആരെങ്കിലും ചെയ്ത് നോക്കുന്നുണ്ടോ? ജസ്റ്റ് ചെയ്ത് നോക്കും. 2 ഷേപ്പ് കിട്ടാൻ മതി, ആ രൂപത്തിൽ ചെയ്യാൻ പറ്റും. ആ ഷേപ്പിന്റെ അകത്ത് നമുക്ക് ഇമേജ് ഫില്ല് ചെയ്താൽ കുറച്ചുകൂടി സ്റ്റണ്ടിങ് ആയിട്ട് ഞാൻ ചെയ്ത പോലെ ചെയ്യാൻ പറ്റും. ഇത് എന്റെ ഐഡിയ അല്ല, ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ കണ്ട സമയത്തൊന്ന് വീണ്ടും റീക്രിയേറ്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ, അത് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇമേജ് എങ്ങനെ ആഡ് ചെയ്യും ചോദിച്ചാല് ഇമേജ് ഒക്കെ ആദ്യം ആഡ് ചെയ്യണം കേട്ടോ, ശ്രദ്ധിക്കണം. ഇമേജ് ഒക്കെ ആദ്യം ആഡ് ചെയ്യണം.
എന്നിട്ട് ഇത് കോപ്പി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ഇമേജ് ആഡ് ചെയ്യണം, ഓരോന്നിൽ ആഡ് ചെയ്യരുത്. ഷേപ്പ് ഫോർമാറ്റിൽ പോവാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇമേജ് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഇമേജ് കോപ്പി ചെയ്യുന്നു, ഈ ഒരു ഇമേജ് കോപ്പി ചെയ്യാം, കോപ്പി ഇമേജ്. ഇവിടെ ഷേപ്പ് ഫില്ല് പോവാ, പിക്ചറാണ്, പിക്ചർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സോറി ഇത് പോയത് ഈ താഴെയുള്ള ആരോ ക്ലിക്ക് ചെയ്യാം, ആരോ ഇവിടെ പിക്ചർ ഓർ ടെക്സ്ചർ ആണ്, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിപ്പ് ബോർഡ് കൊടുക്കുക, ക്ലിപ്പ് ബോർഡ് നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് ക്ലിപ്പ് ബോർഡ് കൊടുക്കുക. അപ്പോൾ അവിടെ പേസ്റ്റ് ആവും. അപ്പോൾ ഇമേജ് ഇങ്ങനെ ഉണ്ടാവുക, അഡ്ജസ്റ്റ് ആയി ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ക്രോപ്പ് ചെയ്യാം. അങ്ങനെ ക്രോപ്പ് ചെയ്യാം, പിക്ചർ ഫോർമാറ്റ് പോവാം, ക്രോപ്പ് ക്ലിക്ക് ചെയ്യാം. then എന്ത് ചെയ്യാം, ഈ ഇത് പിടിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ ജസ്റ്റ് യൂട്യൂബ് ചെയ്താൽ കറക്റ്റ് മനസ്സിലാവും, അങ്ങനെ ചെയ്യേണ്ടി മനസ്സിലാവും. ഓക്കെ, അങ്ങനെ ഈ മൂന്നും എത്ര ഉണ്ടോ, 8, ഞാനിപ്പോൾ 8 സെക്ഷനുകൾ ക്വിസിനാണ് ചെയ്തത്. അപ്പോൾ 8 ആദ്യം സെറ്റ് ചെയ്തു, എല്ലാം ചെയ്തു, ആ കോപ്പി എടുത്തിട്ടാണ് ചെയ്തത്. ഓക്കെ, സദഖത്തുൽ ചെയ്തോ, ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ് ഓക്കെ, ഡാഡ് മാഷാ അല്ലാഹ്. അപ്പോൾ മോർഫ് എന്നുള്ളത് ഒരു മാജിക് ആണ്. ഇതിലൊരു കാര്യം കൂടി കാണിക്കാം. ഫൈനലായിട്ട് ഒരു ഇമേജ് വെച്ചൊരു മോർഫ് ചെയ്യാം. ഓക്കെ, പിന്നെ ആ ഷേപ്പില് ഇമേജ് ആഡ് ചെയ്യണമെന്ന് കാണിച്ചു തരോ? ഒന്നുകൂടി കാണിക്കാം. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്താണ് ഇമേജ്, ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് കോപ്പി, ഒന്നുകൂടെ ഇമേജ് കോപ്പി ചെയ്യാം. നമുക്ക് വേണ്ട ഇമേജ് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഇമേജ് കോപ്പി ചെയ്യുന്നു, കോപ്പി ഇമേജ്. ദെൻ ഇവിടെ വരിക, ഷേപ്പ് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ഷേപ്പിന് താഴെ ഒരു ഒരു ഷേപ്പ് കാണാൻ പറ്റും, ഒരു ട്രയാങ്കിൾ പോലത്തെ ഷേപ്പ് കാണാൻ പറ്റും, ഒരു ആരോ ഉള്ള, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഷേപ്പ് ഓപ്ഷനിൽ വരും. അവിടെ ഫില്ലില് പിക്ചർ ഓർ ടെക്സ്ചർ കാണും, അത് ക്ലിക്ക് ചെയ്യാം. ദെൻ ക്ലിപ്പ് ബോർഡ് ഉണ്ടോ, ക്ലിപ്പ് ബോർഡ് പറഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്തത് ക്ലിപ്പ് ബോർഡിൽ ഉണ്ടാവില്ല. ക്ലിപ്പ് ബോർഡ് ക്ലിക്ക് ചെയ്യാം, അപ്പോൾ നമ്മൾ കോപ്പി ചെയ്തവിടെ വരും. നമുക്ക് ഇത് ക്രോപ്പ് ചെയ്യാം. അപ്പോൾ ഇത് ആകെ ഒരു അലങ്കോലായി ഉണ്ടാവും, അപ്പോൾ ഒന്ന് ക്രോപ്പ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ക്രോപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഇത് പിടിച്ച് എന്ത് ചെയ്യാം, വരയ്ക്കാം. ഓക്കെ, സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്തോ. ഓക്കെ, അടുത്തേക്ക് മൂവ് ചെയ്യല്ലേ? സദഖത്തുൽ ഉസ്താദിന്റെ എന്തായി, സെറ്റ് ആയോ? ഞാൻ ഷേപ്പ് വെച്ച് ആക്കിയിട്ടുണ്ട്, ഇമേജ് ആഡ് ചെയ്തിട്ടില്ല. എങ്ങനെ? ഷേപ്പ് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്, ഇമേജ് പിന്നെ ആഡ് ചെയ്തിട്ടില്ല. അത് ക്ലിയർ ആയാൽ മതി. ആ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ പിന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് യൂട്യൂബ് എടുക്കുക, യൂട്യൂബ് എടുത്തിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യാം. എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾ ഒരു പ്രസന്റേഷൻ എടുക്കുകയാണ്, അപ്പൊ നന്നായി ഒരു ഇൻട്രോ കൊടുക്കണം അല്ലേ? അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് മോർഫ് ട്രാൻസിഷൻ ഐഡിയാസ് കൊടുത്താൽ മതി. ഐഡിയാസ് ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഒരുപാട് ഐഡിയാസ് കിട്ടും അല്ലെ, ഷോർട്സ്. ഇപ്പം ഒരുപാട് സാധനം ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കുന്നില്ല, ഒരുപാട് ഉണ്ട്. ജസ്റ്റ് നോക്കി അതുപോലെ ചെയ്താൽ മതി. ആദ്യം ക്ലിയർ ആയില്ലെങ്കിൽ വഴിയെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇനി ഞാനൊരു ഇമേജ് സാധനം ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യുന്നു. ഇമേജ് ഡൗൺലോഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റിയ സൈറ്റാണ് unsplash.com എന്ന സൈറ്റ് ഉണ്ട്. ഒരു കോമൺ ആയി എല്ലാവർക്കും അറിയുന്ന സൈറ്റാണ്. യെസ്, ഞാൻ അവിടെ സെർച്ച് ചെയ്യുന്നു, ഒരു കാർ സെർച്ച് ചെയ്യുന്നു.
കാർ. ഓക്കെ, എന്നിട്ട് ഞാനൊരു കാർ സെലക്ട് ചെയ്യാണ്. ഓക്കെ ഓക്കെ, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡായി. ഞാൻ പവർ പോയിന്റിൽ വരുന്നു. ഓക്കെ, സ്ലൈഡ് ആഡ് ചെയ്യുന്നു. ഇൻസേർട്ട് പോകുന്നു. പിക്ചർ ദിസ് ഡിവൈസ് കൊടുക്കുന്നു. ഡൗൺലോഡ്സിലാണുള്ളത്. ദിസ് ഡിവൈസ് കൊടുക്കുക. ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. ഇമേജ് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് കൊടുക്കുക. ഓക്കെ, അത് ക്രോപ്പ് ചെയ്യാം. ആസ്പെക്ട് റേഷ്യോ 16:9. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്നു. പിക്ചർ ഫോർമാറ്റ് ആസ്പെക്ട് റേഷ്യോ 16:9 ക്ലിക്ക് ചെയ്യാം. യെസ്, എന്ത് ചെയ്യുക, അത് വലുതാക്കുന്നു. ശ്രദ്ധിക്കട്ടോ, അത് ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇമേജിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ടെക്സ്റ്റ് ഒക്കെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ഇതിൽ കാർ ഓഡിയൻ കാർ ഇൻട്രോ കൊടുക്കുകയാണ്. ടെക്സ്റ്റ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഐഡിയ ഒക്കെ ആഡ് ചെയ്യാം. പോപ്പിൻസ് ഇഷ്ടബോൾഡ് കൊടുക്കാം. ഓക്കെ, ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. ഈ കാറിന്റെ ഇമേജ് സ്ലൈഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. മൊത്തത്തിൽ Ctrl D അടിക്കുന്നു. ഓക്കെ, then പിക്ചർ ഫോർമാറ്റിൽ പോകുന്നു. ക്രോപ്പ് അടിക്കുക. ക്രോപ്പ്, എന്നിട്ട് ഒന്ന് ഈ സ്ക്രീൻ ഒന്ന് ചെറുതാക്കുക. സൂം ഔട്ട് ചെയ്യാം. താഴെ എങ്ങനെ ഡ്രാഗ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മൗസിന്റെ വീല് പിടിച്ച് കറക്കിയാൽ മതി അല്ലെ. വീല് പിടിച്ച് കൺട്രോൾ നിൽക്കിയിട്ട് മൗസിന്റെ വീല് പിടിച്ച് കൺട്രോൾ നിൽക്കിയിട്ട് കറക്കിയാൽ ഇതുപോലെ നമുക്ക് സൂമിന് സൂം ഔട്ട് ചെയ്യാൻ പറ്റും. then എന്ത് ചെയ്യാം, ഈ താഴെ കാണുന്ന ഈ വൈറ്റ് ഡോട്ട് ഉണ്ടല്ലോ, ഈ കറുത്ത ഈ അടയാളങ്ങൾ പിടിച്ച് എന്താ പറയാ, ഈ ലൈന് പിടിച്ചിട്ടും വലിക്കരുത്. അപ്പൊ എന്ത് ചെയ്യും, ആ റേഷ്യോ നഷ്ടപ്പെട്ടു പോകും. ഇമേജ് വലുതാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഡോട്ട് പിടിച്ച് വലുതാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇമേജ് സൂം ആയി അല്ലെ. ഒന്നുകൂടെ ചെറുതാക്കുന്നു. എന്നിട്ട് വലിച്ച് എന്ത് ചെയ്യുന്നു, വലുതാക്കുന്നു. എനിക്ക് ടയർ മാത്രം കാണിക്കാൻ വേണ്ടി. ഓക്കെ, ടയർ മാത്രമായി. ദെൻ പുറത്ത് ക്ലിക്ക് ചെയ്യുന്നു അല്ലെ. ഞാൻ എന്ത് ചെയ്യാം, നമുക്ക് ഇതിന്റെ കളറിൽ മാറ്റി കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്ക് നല്ല ടെക്സ്റ്റ് ഒക്കെ ആഡ് ചെയ്യാം. കാറിന്റെ എന്താണ്, ടയർ ആണ്, ടയറിന്റെ ഫീച്ചർ ഒക്കെ അവിടെ എഴുതി കൊടുക്കണം. താഴെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സമയമൊന്നും ചെയ്യുന്നില്ല. ഒന്ന് Ctrl D അടിക്കുന്നു. ഇവിടെ വരുന്നു. ക്രോപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിന്റെ കാറിന്റെ ഒരു ഫ്രണ്ട് ഭാഗം വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ ഒന്നുകൂടി Ctrl D അടിക്കുന്നു. വീണ്ടും ക്രോപ്പ് എടുക്കുക. ഇതിന്റെ വിൻഷീൽഡ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ, ഈ ബാക്കത്തെ ഭാഗം കൊടുക്കണമെങ്കിൽ കൊടുക്കാം. Ctrl D. അപ്പൊ നമുക്കൊരു പ്രൊഡക്റ്റോ ഒരു ഇമേജോ പരിചയപ്പെടുത്തണമെങ്കിൽ ബെസ്റ്റ് ആണ്. ഇതിന്റെ ഔട്ട് കാണിച്ചു തരാം. ഫൈനൽ ഔട്ട്പുട്ട് കാണിക്കാം അല്ലെ, ഇതിന്റെ മുകൾ ഭാഗം കാണിക്കാം. ഫൈനലി എന്ത് ചെയ്യാം, നമ്മൾ ഫസ്റ്റത്തെ ഇമേജ് Ctrl D അടിക്കുക. ഇവിടുന്ന് പിടിച്ചിട്ട് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് താഴെ കൊണ്ടിടുക. ദെൻ ഇതൊക്കെ സെലക്ട് ചെയ്യാം. ലാസ്റ്റ് സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് നോക്കിയിട്ട് ഒന്നാമത് സെലക്ട് ചെയ്യുക. ട്രാൻസിഷൻ പോവുക. മോർഫ് ആഡ് ചെയ്യുക. ഒന്നാമത് സെലക്ട് ചെയ്യുക. പ്ലേ ചെയ്യാം. നോക്കാം. See the magic of morph transition. ഓക്കെ, കാർ ഇൻട്രോ കാണിക്കാൻ പറ്റും അല്ലേ. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത സൈഡിലേക്ക് പോകുന്നു കേട്ടോ. സൂമായി. ഓക്കെ, കറക്റ്റ് സൂമായി. ഈ സമയത്തൂടെ കാർ ഇൻട്രോ പറഞ്ഞിട്ട് നമുക്ക് ഷേപ്പ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല വൃത്തിയിൽ കാറിന്റെ ടയറിന്റെ ഫീച്ചർ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത് അല്ലേ, മുന്നോട്ട് പോയി. ഓക്കെ ഫൈനലി ഓക്കെ, ലാസ്റ്റ് എന്ത് ചെയ്യും, ഒരു ഔട്ട് കിട്ടും. ഓക്കെ, ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയുണ്ട്, ജസ്റ്റ് ഒരു പിന്നെ ടെക്സ്റ്റ് എന്തെങ്കിലും കമന്റ് ഒക്കെ അടിച്ച് ലൈക്ക് അടിച്ചാൽ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം. യെസ്, അപ്പോൾ ഇതൊരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് അല്ലെ. നമ്മുടെ മോർഫ് വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു ഫീച്ചർ ആണ്. ഓക്കെ, ഇതല്ല 3D വെച്ച് ചെയ്യാൻ പറ്റും. 3D വെച്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ കാണിക്കാം, നിങ്ങൾ പിന്നെ ചെയ്താൽ മതി. മോർഫാണ്, ഷേപ്പാണ്, മോർഫാണ്, അത്രേ ഉള്ളൂ. മോർഫ് ചെയ്താൽ മതി. യെസ്, അപ്പോൾ ജസ്റ്റ് കാണിക്കാം. ഇത് നമുക്ക് ഞാൻ ജസ്റ്റ് 3D ഇമേജ് എങ്ങനെ ആ ഫസ്റ്റ് ഉപയോഗിച്ച ഇമേജ് വെച്ചിട്ട് ഇമേജ് മാറരുത്. അതാണ് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്, ഇമേജ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, നിങ്ങൾ പിന്നെ ചെയ്താൽ മതി. ജസ്റ്റ് ഇതുപോലെ ചെയ്ത് നോക്കുക. സൂം ഔട്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. ക്രോപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ആദ്യം ഒരു ക്രോപ്പ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും സ്റ്റാർട്ടിങ്ങിൽ. അത് പതിയെ റെഡി ആയിക്കോളും. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് ഒരു 3D വെച്ച് ചെയ്യണ കാണിക്കാം. ഇൻസേർട്ട് പോയിട്ട് ഞാൻ ചെയ്യുന്നു 3D ഇമേജ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൽ 3D മോഡൽ ആഡ് ചെയ്യാണ്. ഞാൻ ജസ്റ്റ് ഒരു പിന്നെ എയർപ്ലെയിൻ ആഡ് ചെയ്ത് എയർപ്ലെയിൻ ജസ്റ്റ് കാണിക്കാം കേട്ടോ. എയർപ്ലെയിൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഈ പ്ലെയിൻ ആഡ് ചെയ്യുന്നു. ഇൻസേർട്ട് കൊടുക്കുന്നു. ആഡ് ആയി. ജസ്റ്റ് ഒരു സ്കൈന്റെ ഇമേജ് ഞാൻ കൊടുക്കുകയാണ്. സ്കൈന്റെ ഇമേജ് കൊടുക്കുന്നു.
സ്കൈ കൊടുക്കല്ലേ നമുക്ക്, സ്കൈ കൊടുക്കുന്നു. ഇവര് നോക്കാം, ഇമേജ് പോവാം, സ്കൈന്റെ ഇമേജ് എടുക്കാം, അതെടുക്കാം, കോപ്പി ചെയ്യുന്നു, കോപ്പി ഇമേജ് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യുന്നു, ഒന്ന് ക്രോപ്പ് ചെയ്യുന്നു, ഓക്കെ ജസ്റ്റ് ക്രോപ്പ് ചെയ്യുന്നു, ഓക്കെ സെൻഡ് ഇറ്റ് ബാക്ക് അടിക്കുന്നു. ഓക്കെ ദെൻ ഞാൻ ഈ ആദ്യത്തെ സ്ലൈഡിൽ ഈ വിമാനത്തെ പുറത്തു കൊണ്ടുപോയിക്കുന്നു 3D മോഡൽ പോലും ചെരിക്കുന്നു, ഈ രൂപത്തിലാക്കുന്നു. ഓക്കെ ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഈ രൂപത്തിലാക്കാം, ഒന്ന് വലുതാക്കാം. ഓക്കെ കൺട്രോൾ ഡി അടിക്കുന്നു, രണ്ടാമത്തെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുപോയിക്കുന്നു, ഇങ്ങനെ കൊണ്ടുവരുന്നു. ഓക്കെ ഇനി കൺട്രോൾ ഡി അടിക്കുന്നു, ഇതെന്ത് ചെയ്യാം, ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെരിക്കാം. ഓക്കെ കൺട്രോൾ ഡി. ഈ 3D മോഡലിൽ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഇങ്ങനെ ചെരിക്കാനൊക്കെ ഉള്ള. ഓക്കെ ഓക്കെ ജസ്റ്റ് പ്ലേ ചെയ്യാം, ട്രാൻസിഷനിൽ പോയിട്ട് മോർഫ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ ജസ്റ്റ് പ്ലേ ചെയ്യുന്നു. ആദ്യം പിന്നെ വിമാനം പുറത്താണ്, അപ്പോൾ കയറി വരുന്നു, യെസ്. ദെൻ എന്ത് ചെയ്യുന്നു, തിരിയുന്നു, യെസ്. ഓക്കെ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെയുണ്ട്, 3D മോഡൽ 3D ഇമേജ് ആകുമ്പോൾ കുറച്ചുകൂടി ഈ സെയിം സാധനമാണ്, പിക്ചർ തന്നെയാണ്, കുറച്ചുകൂടി സ്റ്റണ്ണിങ് ആയിട്ട് നമുക്ക് തോന്നും. സെറ്റ് ആണോ, ക്ലിയർ ആണോ? യെസ്. അപ്പൊ മോർഫ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പവർ പോയിന്റിൽ. അപ്പൊ ശ്രദ്ധിക്കുക, പഴയ പവർ പോയിന്റ് ഉപയോഗിക്കുന്ന ആളുകൾ വല്ല മൊബൈൽ ഷോപ്പിലോ കമ്പ്യൂട്ടർ ഷോപ്പിലൊക്കെ കൊടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് റിസ്ക് ഒന്നും ഇല്ല, 3 സിമ്പിൾ ആയി കിട്ടും, പിന്നെ അതിന് വലിയ എമൗണ്ട് ഒന്നും വരുന്നില്ല, അല്ല ക്രാക്ക് ചെയ്ത് കിട്ടും, ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് വേർഡ് ടു മോർഫിൽ. ഒരുപാട് സമയം നഷ്ടപ്പെട്ടിട്ടല്ല, നമ്മൾ വിചാരിച്ച അധികം സമയം നമുക്ക് പിന്നെ ചിലവായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് വേർഡിലേക്ക് പോവാം. വേർഡിന്ന് പവർ പോയിന്റിലേക്ക് എങ്ങനെ എടുക്കാൻ നമ്മൾ നോക്കുന്നത്. യെസ്. അപ്പൊ ഞാൻ നിങ്ങളിലേക്ക് ഒരു ഫയൽ അയച്ചിട്ടുണ്ട്, അതെല്ലാം ഡൗൺലോഡ് ചെയ്യാം, ഡൗൺലോഡ്സിൽ ഇടുക. ഞാൻ ജസ്റ്റ് ഫയൽ പിന്നെ ഓപ്പൺ ചെയ്യുന്നു എൻ്റെ കമ്പ്യൂട്ടറിൽ. ആ വേർഡ് ഫയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഹെഡിങ് 1 ഹെഡിങ് 2 കറക്റ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ വേർഡിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. സ്റ്റൈൽസിൽ വന്നാൽ എന്ത് ഹെഡിങ് 1 ഹെഡിങ് 2 അല്ലേ, ഹെഡിങ് 1 ഹെഡിങ് 2 ഹെഡിങ് 3 ഓപ്ഷനുകൾ കണ്ടിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഹെഡിങ് 1 ഹെഡിങ് 2 ആഡ് ചെയ്തൊരു ഫയലാണ്, കാണാൻ പറ്റുന്ന വിചാരിക്കാണ്. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യാം. ദെൻ പവർ പോയിന്റ് വരുന്നു, കൺട്രോൾ ഓപ്പൺ അല്ലെ, കൺട്രോളർ ഓപ്പൺ ആണ് അല്ലേ, ക്ലിയർ. ബ്രൗസ് കൊടുക്കുക, ബ്രൗസ്. ഓക്കെ അപ്പൊ നമ്മൾ സാധാരണ ഇങ്ങനെ ഉണ്ടാവുക. അപ്പൊ നമുക്ക് നമ്മുടെ ഡൗൺലോഡ്സ് എവിടെയാണ് നമ്മളെ ഫയൽ എടുക്കുന്നത് അത് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഡൗൺലോഡ്സിലുള്ളത്, പക്ഷെ ഡൗൺലോഡ്സിൽ എൻ്റെ ആ ഫയൽ കാണുന്നില്ല. കാരണം ഇവിടെ കാണാൻ പറ്റും ഫയൽ ടൈപ്പ് എന്താണ്, പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്. നമ്മളത് എന്താണ്, ഒരു വേർഡ് ഫയലാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നില്ല. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ ക്ലിയർ ആണെങ്കിൽ ലൈക്ക് അടിക്കും, കാണട്ടെ. ഇതുവരെ പറഞ്ഞ ക്ലിയർ ആണെങ്കിൽ ലൈക്ക് അടിക്കും. യെസ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ആൾ ഫയൽ ടൈപ്പ് മാറ്റുന്നു, ആൾ പവർ പോയിന്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ആൾ ഔട്ട്ലൈൻസ് ആക്കുന്നു. ആൾ ഔട്ട്ലൈൻസ് താഴെ കാണാൻ പറ്റും, ആൾ ഔട്ട്ലൈൻസ് അത് കൊടുക്കുന്നു. അപ്പൊ കാണാൻ പറ്റും നമ്മളെ ഫയൽ പെർഫെക്റ്റ് PPTs ഫയൽ കാണാൻ പറ്റും, വേർഡ് ഫയൽ. അത് ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ അപ്പൊ ഫസ്റ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു വാണിംഗ് മെസ്സേജ് കൊടുക്കും. അപ്പൊ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. യെസ്. അപ്പൊ ആഡ് കാണാൻ പറ്റും അല്ലെ, പെർഫെക്റ്റ് പവർ പോയിന്റ് അല്ലെ, ടൈറ്റിൽ സ്ലൈഡ് വന്നു. ഓരോ പവർ അല്ലെ, ഒരുപാട് പിന്നെ പവർ പോയിന്റിൽ മിസ്റ്റേക്ക് പറയുന്നുണ്ട് ഇവിടെ അല്ലെ, അത് കൃത്യമായിട്ട് ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് വേറെ, ഹെഡിങ് വേറെ കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടന്റ് വേറെ, ഹെഡിങ് വേറെ. അത് ചെയ്ത് നോക്കും നിങ്ങൾ. അതൊന്ന് പിന്നെ പവർ പോയിന്റിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. പിന്നെ നമുക്ക് ഇവിടെ കളറും ഇതൊക്കെ ആഡ് ചെയ്താൽ മതിയല്ലോ. പവർ പോയിന്റിലേക്ക് പെട്ടെന്ന് വന്നു. ഇതൊരു 100ഓളം നമ്മളൊരു വേർഡ് ഫയൽ തയ്യാറാക്കാണ്. അപ്പൊ 100ഓളം ഫയലുകൾ ഇങ്ങനെ 100ഓളം പിന്നെ പേജുള്ള ഒരു PPT ആണെന്നുണ്ടെങ്കിൽ ഒറ്റ സമയം നമുക്ക് ഒരു പണി എടുത്താൽ മതി. ഓക്കെ അതൊന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. PDF ആഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചത്. ഡോക്കിൽ ഓൾറെഡി സബ്ഹെഡിങ്ങും അതുപോലെ ടൈറ്റിലും ഇതൊക്കെ സെറ്റ് ആക്കി വെക്കണോ? അത് എങ്ങനെ ചെയ്യാന്ന് പറയാം. അത് എങ്ങനെ ചെയ്യാന്ന് ഇപ്പൊ പറയാം. അത്ര ഫയൽ എങ്ങനെ ഉണ്ടാക്കാന്ന് പറയാം. അതിന്റെ മുമ്പ് പിന്നെ ഇതൊന്നും ചെയ്യാൻ ഒന്നുകൂടി കാണിക്കാം. ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഞാൻ കൺട്രോൾ നോക്കണേ, കൺട്രോൾ കൊടുക്കുന്നു, ഓപ്പൺ. ബ്രൗസ് പോകുന്നു.
ബ്രൗസ് പോയിട്ട് സാധാരണ എന്താ ഉണ്ടാവുക, ആ പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നാ ഉണ്ടാവുക. ഫയൽ അവിടെ സേവ് ചെയ്ത് നോക്കാം. ഞാൻ ഡൗൺലോഡ്സിലുള്ള ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുന്നു, അവിടെ കാണൂല. അപ്പൊ എന്താ ഈ ഫയൽ ടൈപ്പ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഉണ്ടാവും എന്ത് ഔട്ട്ലൈൻസ് ഉണ്ടാവും. ആ ഔട്ട്ലൈൻസ് ഇവിടെ PDF ഫോർമാറ്റ് കൊടുക്കുന്നില്ല. ജസിംക്ക് ചോദിച്ചത് PDF ഫോർമാറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ടെക്സ്റ്റ് RTF ഡോക്സ് ഉണ്ടോ, PDF സപ്പോർട്ട് ആവില്ല. അപ്പൊ ഈ വേർഡ് സപ്പോർട്ട് ആവുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് കൊടുക്കുന്നു. വേർഡിൽ എല്ലാം സപ്പോർട്ട് ആവില്ല കേട്ടോ, ഞാൻ പറയാം. ഇത്തരം ഫയലുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഇപ്പൊ പറയും. ഓക്കെ, ഓപ്പൺ കൊടുക്കുന്നു, ജസ്റ്റ് ഓപ്പൺ കൊടുക്കുന്നു. സോറി ഓക്കെ, സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, അത് ഓപ്പൺ ആക്കണം. യെസ്, അന്ന് ടൈം എടുക്കും. യെസ്, ഓപ്പൺ ആക്കണം. യെസ്, ക്ലിയർ ആണോ? അത് ചെയ്ത് നോക്കുക. ഒന്ന് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഞാൻ ചെയ്ത ഫയൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ഞാൻ പറയാം എങ്ങനെയാണ് ആ ഫയൽ ഉണ്ടാക്കുക. അത്തരം ഫയലുകൾ, അത്തരം വേർഡ് ഫയൽ എങ്ങനെ ഉണ്ടാക്കാന്ന് പറയാം. ഓക്കെ, ഒരു പിന്നെ നമ്മൾ ഹെഡിങ് 1 ഹെഡിങ് 2 ആയിട്ട് കൊടുത്താൽ ഇത്തരം ഈ ഒരു രൂപത്തിൽ വരുള്ളൂ. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ സാധാരണ വേർഡ് ഫയൽ ഇതിലേക്ക് വരൂല. ഹെഡിങ് 1 ഹെഡിങ് 2 കൊടുത്താലേ ഈ രൂപത്തിലേക്ക് സെറ്റ് ആവുള്ളൂ. അന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ചെയ്യാൻ പറ്റിയ ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാം. ജസ്റ്റ് ചെയ്ത് ഡൺ ചെയ്യാം. പവർ പോയിന്റിലേക്ക് ലോഡ് ആയിട്ടുണ്ടെങ്കിൽ ഡൺ ചെയ്യാം. PDF ആഡ് ചെയ്യാൻ പറ്റൂല, വേർഡ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വേർഡ് പ്രത്യേക രൂപത്തിൽ സെറ്റ് ചെയ്താലേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ചെയ്ത് നോക്കുന്നുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് ചെയ്യാൻ കഴിയണില്ല. എന്താ കാണിക്കണേ? ജസ്റ്റ് ഫയല് ഔട്ട്ലൈൻ മാറ്റുക, ഫയൽ ഓപ്പൺ കൺട്രോൾ ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് ഫയൽ സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അത് മാറ്റിയോ? ഈ ടൈപ്പ് മാറ്റിയോ? പവർ പോയിന്റ് പ്രസന്റേഷൻ മാറ്റിയിട്ട് ഏതാ എടുക്കണ്ടേ? ആൾ ഔട്ട്ലൈൻസ്. ആ ഓക്കെ. അപ്പൊ ഫയൽ കാണുന്നുണ്ടോ? ആ ഓക്കെ കാണുന്നുണ്ട്. യെസ്. ഷാമിലോ, ആ ഇന്നലെ പവർ ഡോക്ക് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തു സിസ്റ്റത്തിലൊക്കെ. ഞാൻ ഡോക്കിലേക്ക് പോകാൻ അത് സേവ് ആസ് ഡൗൺലോഡ്സിൽ ആഡ് ചെയ്യണം. സേവ് ആസ് ഡൗൺലോഡ്സിൽ ആഡ് ചെയ്തോ? ഇല്ല. ഇല്ല. വാട്സപ്പിൽ നിന്ന് എന്ത് ചെയ്യാം, സേവ് ആസ് അടിച്ചിട്ട് ഡൗൺലോഡ്സിൽ ആഡ് ചെയ്യാം. അപ്പൊ ഞാൻ കാണിക്കാം, സംശയം ഉണ്ടെങ്കിൽ കാണിക്കാം. ജസ്റ്റ് സേവ് ആസ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ ലൊക്കേഷൻ ചോദിക്കും. ഓക്കെ, ആ ഡൗൺലോഡ്സ് കൊടുക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫയൽ അവിടെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ സേവ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് പിന്നെ പവർ പോയിന്റിൽ വരിക, കൺട്രോൾ O അടിക്കുക, ഓപ്പൺ. അതിൽ ബ്രൗസ് കൊടുക്കുക. അപ്പൊ ഫയൽ ടൈപ്പ് ഉണ്ടാവും, ഫയൽ നെയിമിന്റെ അപ്പുറത്ത് താഴെ. അത് ആൾ പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാവുക. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ആൾ ഔട്ട്ലൈൻസ് നോക്കുക. എന്നിട്ട് നമ്മൾ ആ ഫയൽ ലൊക്കേറ്റ് ചെയ്യാം. എവിടെയാണ് സേവ് ചെയ്ത ആ പിന്നെ ഫയൽ പാത്തിൽ പോവാം, അല്ലെങ്കിൽ ഫയൽ ലൊക്കേഷനിൽ പോവാം. ഓക്കെ കൊടുത്തിട്ട് വരുന്നില്ലല്ലോ. എന്താ കാണിക്കണേ? അതൊരു വാർണിംഗ് കാണിച്ചു. യെസ് അടിക്കുക. നിങ്ങളെ ഫയൽ ഓപ്പൺ ചെയ്തോ? ആ വേർഡ് ഫയൽ ക്ലോസ് ചെയ്യണം. വേർഡ് ഫയൽ ക്ലോസ്ഡ് ആണോ നോക്കട്ടോ. നിങ്ങൾ ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ കഴിയില്ല. PowerPoint come not open, see user download
If you trust this file, please open it outside of protected view. ഓക്കെ, എനേബിൾ എഡിറ്റിംഗ് ആദ്യം ചെയ്ത് നോക്കി. അങ്ങനെ ആ ഫയൽ ഒന്ന് ഓപ്പൺ ആക്കിയിട്ടേ, ആ അപ്പൊ ഫയൽ ഡൗൺലോഡ് ചെയ്താൽ ഓപ്പൺ ആക്കിയിട്ട് എനേബിൾ എഡിറ്റിംഗ് കൂടി സേവ് ചെയ്ത് നോക്കി. എനേബിൾ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടാവില്ലേ, എന്നിട്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് നോക്കി. കിട്ടിയ ആളുകളുണ്ടോ? ഓപ്പൺ ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് രേഖപ്പെടുത്തി ടെക്സ്റ്റ് കമന്റ് ചെയ്താൽ നന്നാവും. ജുനൈദ് ബുഗയൂർ ആഡ് ചെയ്തില്ലേ? പ്രൊട്ടക്റ്റഡ് വ്യൂ നമ്മൾ ഓൺ ആക്കിയിട്ട് പിന്നെ ഓഫ് അത് പിന്നെ ക്ലോസ് ചെയ്യല്ലേ? ആ, ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താൽ നന്നാവും. ഡൺ. ഓക്കെ, ഓക്കെ, എന്തായി? റെഡി ആയോ? വീണ്ടും അയാള് പ്രൊട്ടക്റ്റഡ് വ്യൂ തന്നെ കാണിക്കുന്നു. ഓക്കെ, എനേബിൾ ആക്കിയിട്ട് റെഡി ആവണില്ല, ഓപ്പൺ ആവണില്ല. ഓക്കെ, ബ്രൗസറിന് കിട്ടിയിരിക്കണ ഇങ്ങോട്ട്, പക്ഷെ ഇവിടെ വാണിംഗ് കാണിക്കും. ഓക്കെ അടിച്ചിട്ട് എന്താ വരുന്നേ? എനേബിൾ കാണിച്ചിട്ട് ഓക്കെ അടിച്ചിട്ട് വരുന്നില്ല, പ്രൊട്ടക്റ്റഡ് എന്ന് കാണിക്കണം. പ്രൊട്ടക്റ്റഡ് വ്യൂ എന്ന് എനിക്കും കാണിക്കണം. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്താ ചെയ്യണം നോക്കാം, എന്നിട്ട് നിങ്ങളെ ചെയ്ത ഫയൽ റെഡി ആവാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനൊരു 3 ടെക്സ്റ്റ് ഗ്രൂപ്പിലിടാം, പേസ്റ്റ് ചെയ്യാം. മൂന്ന് സ്ലൈഡാണ്, അത് ജസ്റ്റ് വേർഡിലേക്ക് പേസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്ത ഫയൽ ജസ്റ്റ് വേർഡിലേക്ക് പേസ്റ്റ് ചെയ്യാം. പെട്ടെന്ന് പോയില്ലേ? ഓക്കെ, എത്തിയില്ലേ? ജസ്റ്റ് എന്ത് ചെയ്യാം, അത് എന്ത് ചെയ്യാം, ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓരോ മെസ്സേജ് ആയിട്ട് കോപ്പി ചെയ്യാം. കോപ്പി വേർഡിൽ വരിക, വേർഡ് എടുക്കുക, ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. വേർഡിൽ ബ്ലാങ്ക് ഡോക്യുമെന്റ് എടുക്കുക, പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ആ സ്പേസ് ഒക്കെ ഒന്ന് കളയാം. ഓക്കെ, ദെൻ ഈ കണ്ടന്റും ടൈറ്റിലും എന്നുള്ള വേർഡ് ഒഴിവാക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ടൈറ്റിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് സ്റ്റൈൽസിൽ പോയിട്ട് ഹെഡിങ് 1 ആക്കുക. ആ വാട്ട് ഈസ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നുള്ള എന്ത് ചെയ്യുക, ജസ്റ്റ് എന്ത് ചെയ്യുക, ഹെഡിങ് 1 ആക്കുക. ആ കണ്ടന്റ്, ആ ബാക്കി അതിന്റെ കണ്ടന്റ്സ് എന്ത് ചെയ്യുക, ഹെഡിങ് 2 ആക്കുക. അത് ചെയ്ത് നോക്കും. ഈ രൂപത്തിൽ ആ 3 ചെയ്യും. വളരെ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഹെഡിങ് 1 എങ്ങനെ ആക്കലാണ് കൂടി? ആ, ഹെഡിങ് 1 എന്ന് പറഞ്ഞാൽ നമ്മളെ ഹോമിൽ സ്റ്റൈൽസ് ഉണ്ടാവും. ഈ പാരഗ്രാഫിന്റെ അപ്പുറത്ത് ഹെഡിങ് 1 ഹെഡിങ് 2 ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ചില സമയത്ത്
ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റും. ഹെഡിങ് 1 ഹെഡിങ് 2 കാണിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ചെയ്ത് കാണിക്കാം. രണ്ടാമത്തെ പേജ് ചെയ്യാം, കോപ്പി ചെയ്യുന്നു, താഴെ പേസ്റ്റ് ചെയ്യുന്നു, നോക്കാം. ജസ്റ്റ് ശ്രദ്ധിക്കാം. എന്ത് ചെയ്യുന്ന സ്പേസ് ഒക്കെ ഒന്ന് ഒഴിവാക്കുന്നു ആദ്യം. ഓക്കെ, ഈ കണ്ടന്റ് എന്നുള്ള ആ വേർഡ് ഒഴിവാക്കുന്നു. ദെൻ ടൈറ്റിൽ ഒഴിവാക്കുന്നു. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം പിന്നെ ഇത് സെലക്ട് ചെയ്യുന്നു, ടൈറ്റിൽ സെലക്ട് ചെയ്യുന്നു, സ്റ്റൈൽസ് വരുന്നു, ഹെഡിങ് 1 സെലക്ട് ചെയ്യുന്നു, കണ്ടന്റ് സെലക്ട് ചെയ്യുന്നു, ദെൻ ഹെഡിങ് 2 സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കാണാൻ പറ്റും ഹെഡിങ് 2 ക്ലോസ് ചെയ്ത അല്ലെ, ഹെഡിങ് 1 ക്ലോസ് ചെയ്ത് ഹെഡിങ് 2 ക്ലോസ് ആണ് കാണാൻ പറ്റും. അവൻ ചെയ്ത് നോക്കും. അങ്ങനെ മൂന്ന് ചെയ്ത് നോക്കും. മനസ്സിലായില്ലേ? മൂന്നാമത് ചെയ്ത് കാണിക്കാം. കോപ്പി, ഇത് ചെയ്തോ? ചെയ്ത ആളുകളൊന്ന് പിന്നെ ഡൺ പറയൂ. യെസ് യെസ്. അപ്പൊ ഹെഡിങ് 1 നമ്മൾ ടൈറ്റിലാണ് വരിക. നമ്മളെ PPTയിലെ ഹെഡിങ് കോളത്തിൽ ഹെഡിങ് ആ ടെക്സ്റ്റ് ബോക്സിൽ വരിക നമ്മുടെ ഹെഡിങ് 1 ആയിരിക്കും. ഹെഡിങ് 2 ആണ് കണ്ടന്റ് ആയിട്ട് വരിക. അപ്പൊ നമ്മളൊരു ഫയൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാണ് ക്ലാസ് എടുക്കാൻ, ആ സമയത്ത് എന്ത് ചെയ്യാം, ഈ രൂപത്തിൽ ഹെഡിങ് 1 ഹെഡിങ് 2 ആയിട്ട് ആദ്യം ചെയ്ത് നോക്കുക. ഇതിന്റെ കളർ മാറ്റട്ടോ, ഇതിന്റെ കളർ മാറ്റ സൈസ് ഒക്കെ കുറക്കാം. എന്നിട്ട് കളർ മാറ്റുന്നു, ബ്ലൂ ബ്ലാക്ക് ആക്കും. ഓക്കെ, ബ്ലാക്ക് ആക്കും. എന്നിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്യാൻ F12 നോക്കിയാൽ മതി കേട്ടോ. നമ്മള് സിമ്പിളായി സേവ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ F12 ആണ്. വേർഡ്, മൈക്രോസോഫ്റ്റ് വേർഡും പവർ പോയിന്റും പിന്നെ എക്സലൊക്കെ F12 ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ഡൗൺലോഡ്സിൽ വരുന്നു. എവിടെ ഞാൻ ഡൗൺലോഡ്സ് പ്രിഫർ ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് സേവ് കൊടുക്കുക. ഫയൽ സേവ് ചെയ്തു. വാട്ട് ഈസ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് എന്നാണ് ഈ ഫയലിന്റെ പേര്. ഇത് ചെയ്ത ആളുകൾ ആരാളെന്ന്, സേവ് ചെയ്ത ആളെന്ന് പറയും. സദഖത്തുൽ ചെയ്തോ? സേവ് ചെയ്ത് ഇത് സാധാ പോലെ തന്നെ സേവ് കൺട്രോൾ എസ് ചെയ്ത് സേവ് ചെയ്യാൻ തന്നെയാണോ? കൺട്രോൾ എസിനായിട്ട് സുഖം നമ്മളെ പിന്നെ സേവ് ആസ് അടിക്കാനുള്ള ഷോർട്ട് കട്ട് ആണ് F12. ഷോർട്ട് കട്ട് പറഞ്ഞതാണ്, അത് ക്ലിക്ക് ചെയ്താലും മതി. സേവ് അതും മതി, കൺട്രോൾ എസ് അടിച്ചിട്ട് സേവ് ചെയ്താലും മതി കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഒറ്റ നിർബന്ധമേ ഉള്ളൂ, ഹെഡിങ് 1 ഹെഡിങ് 2 ആയിട്ട് കറക്റ്റ് കൊടുക്കണം. ഓക്കെ, പൊതുവെ നമ്മള് പിന്നെ ഈ വേർഡില് കൺട്രോൾ എസ് സേവിങ് അല്ലേ, പക്ഷെ എന്റെ സിസ്റ്റം MS ആണ്, അതാ മൈക്രോസോഫ്റ്റിന്റെതാണ് എന്റെ സിസ്റ്റം. അപ്പൊ ഇതില് ഈ കൺട്രോൾ എസ് അടിച്ചാൽ സേവ് ആവുന്നില്ല എന്നൊരു കംപ്ലൈന്റ് കുറച്ചായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താ സംഭവം? അത് കൺട്രോൾ C കൺട്രോൾ V ഒന്നും വർക്കൗട്ട് അല്ല. അത് നോക്കാം. ഓക്കെ, ഇത് F12 അടിച്ചിട്ട് സേവ് ചെയ്യാൻ പറ്റുണ്ടോ നോക്ക്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, പവർ പോയിന്റ് വരുന്നു, കൺട്രോൾ O. ഓക്കെ, ഓപ്പൺ ചെയ്യുന്നു, ബ്രൗസ് കൊടുക്കുന്നു, ബ്രൗസ് പോവുക, ഡൗൺലോഡ്സിൽ ഞാൻ സേവ് ചെയ്ത ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സാധാരണ ഉണ്ടാവുക ആൾ പവർ പോയിന്റ് പ്രസന്റേഷൻ എന്നുള്ള ഇതാണ് ഉണ്ടാവുക. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നു, ആൾ ഔട്ട്ലൈൻസ് കൊടുക്കുന്നു. ആൾ ഔട്ട്ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പൊ ചെയ്ത വേർഡ് ഫയൽ അവിടെ കാണുന്നുണ്ട്, വാട്ട് ഈസ് മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ്. അത് സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും, ഒന്ന് ലോഡ് ആവേണ്ടി വരും. യെസ്, അപ്പൊ 3 പേജിലുള്ള ഫയൽ വന്നു. ഇങ്ങനെ വന്നാലും ഒന്ന് ജസ്റ്റ് ഗ്രൂപ്പിൽ ഒന്ന് ലൈവിൽ അറിയിക്കൂ, ഡൺ അറിയിക്കൂ, അല്ലെങ്കിൽ വോയിസ് അറിയിക്കൂ, നിങ്ങളെ സന്തോഷം പ്രകടിപ്പിക്കൂ. ഈ രൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പറയും. നിങ്ങൾ ഹെഡിങ് 2 കൊടുത്തിട്ടില്ലെങ്കിൽ ഹെഡിങ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ, കണ്ടന്റ് ഇല്ല. യെസ് 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 യെസ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു 10:45 അവസാനിപ്പിക്കുക. 10:30 പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യല്ലേ, 10:45 അവസാനിപ്പിക്കല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് വേർഡിൽ നിന്നും മൈക്രോസോഫ്റ്റിലേക്ക് എത്തുന്ന എളുപ്പത്തിലുള്ള മാർഗം പറഞ്ഞു. ഇത് പിന്നെ ഉപകാരപ്പെടുക, ഞാൻ പറഞ്ഞതുപോലെ പലപ്പോഴും സാധാരണ ഇങ്ങനെ ടീച്ചേഴ്സിനാണ്. കാരണം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക പലപ്പോഴും വേർഡിലായിരിക്കും പലപ്പോഴും.
അപ്പം അല്ലെങ്കിൽ വൺ നോട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടിൽ നേരെ കോപ്പി വേർഡിലേക്ക് ഇടുക. ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്താൽ നമ്മൾ കോപ്പി പേസ്റ്റ് അടിക്കാതെ ഡയറക്റ്റ് പണി എളുപ്പമാവും. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോർഫ് കഴിഞ്ഞാൽ പവർ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ആണെന്ത്? പവർ പോയിന്റ് അല്ലെ, ഡിസൈനർ എന്നുള്ളത്. ഡിസൈനർ അപ്പൊ 365 ഉള്ള ആളുകൾക്ക് ഇത് കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചെയ്ത ഫയൽ, ഞാൻ ഈ പവർ ഇതിനു വേണ്ടി ക്ലാസ്സിൽ കാണുന്ന ചെയ്ത ഈ കാണുന്ന ഡിസൈൻ ഒക്കെ ഡിസൈനർ ചെയ്തതാണ്. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് ഡിസൈനർ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ സ്ലൈഡ് എടുക്കുന്നു, ദെൻ ഞാൻ ഡിസൈനർ കൊടുക്കുന്നു. ഡിസൈനർ അല്ലെ, ഹോമിൽ കാണാൻ പറ്റും, ഹോമിൽ ലാസ്റ്റ് കാണാം ഡിസൈനർ, അത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഡിസൈനർ എന്ത് ചെയ്യുന്നു, അത് അതിന്റെ ഐഡിയ വെച്ചിട്ട് കുറച്ച് ഡിസൈൻ സജസ്റ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് വേണ്ട ചൂസ് ചെയ്യാം. ഓക്കെ, സി മോർ ഡിസൈൻ ഐഡിയാസ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം നോക്കാൻ പറ്റും. ഓക്കെ, ഞാൻ എനിക്ക് കണ്ണിൽ പിന്നെ നയന മനോഹരമായി തോന്നിയ ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുന്നു. യെസ്, ഓക്കെ. അപ്പോൾ ഓരോ ഇമേജ് ഒക്കെ തന്നെ എന്തായാലും ആഡ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത് നോക്കും. ഡിസൈനർ വരുന്നു, വീണ്ടും അടുത്തൊരു ഐഡിയ കൊടുക്കുന്നു, വീണ്ടും വരുന്നു. ബുള്ളറ്റ് പോയിന്റ്സ് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഇത് നോട്ട് ചെയ്യുന്നു. യെസ്, ഓക്കെ. ഡിസൈൻ മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. അത് ചെയ്ത് നോക്കൂ. അത് ചെയ്യാൻ പറ്റും. ഡിസൈനർ ചെയ്ത ആളുകളൊന്ന് പിന്നെ ലൈവിൽ വന്നിട്ട് അവരുടെ ചെയ്ത വിവരം അറിയിച്ചാൽ നന്നാവും. ഇത് സൂപ്പർ ആണല്ലോ. യെസ്, അപ്പൊ ജസ്റ്റ് വേർഡ് ചെയ്യാം. എന്ത് ചെയ്യാം, വേർഡ് ചെയ്യുന്ന നിർബന്ധമല്ല. നമ്മൾ നോട്ട്സ് പ്രിപ്പയർ, ഒരു ലോങ് നോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേർഡ് ചെയ്യുക, പവർ പോയിന്റിലേക്ക് ഔട്ട്ലൈൻ ആയിട്ട് കൊടുക്കുക, ദെൻ ഡിസൈനർ ഇടുക. പണി കഴിഞ്ഞു. ഇനി ട്രാൻസിഷൻ മാത്രം ആഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒരു സ്ലൈഡിൽ നിന്ന് അടുത്ത സ്ലൈഡിലേക്ക് പോകുമ്പോൾ. ഓക്കെ, എന്താണ് ജസീം സർ? ഡിസൈനർ ഒക്കെ ഏത് വേർഷനിലാണ് കിട്ടാന്ന് ചോദിച്ചാല് MS Office 365 നിർബന്ധമാണ് ഡിസൈനറിന്. ഓക്കെ, അതിലുണ്ടാവുള്ളൂ. ഞാൻ ജസ്റ്റ് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കിട്ടുമോ നോക്കിയിരുന്നു. അതായത് ജസ്റ്റ് നമ്മളെ ക്രോമിൽ പോയിട്ട് ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. എന്ത് പിന്നെ MS Office ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. MS PowerPoint അല്ലെ, powerpoint.com സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ മൈക്രോസോഫ്റ്റ് ഐഡിയ വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും ഇതിൽ ഓൺലൈനായിട്ട്. പക്ഷെ അതിൽ ഈ പിന്നെ എല്ലാ ഫീച്ചറും കിട്ടൂല. ചില ഫീച്ചർ, ബേസിക് ആയ ഫീച്ചറൊക്കെ അതിൽ കിട്ടും. എല്ലാ ഫീച്ചറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിൽ കിട്ടൂല. ഓക്കെ, ബ്ലാങ്ക് പ്രസന്റേഷൻ. ഓക്കെ, പ്രസന്റേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഡിസൈനറോ, ഡിസൈനർ ഒന്നും ചെയ്യാല്ല. ആ ഹോമിൽ പോയി ഡിസൈൻ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തതാണ്. താജ്മഹൽ ആഡ് ചെയ്തിട്ട് ഞാൻ ഡിസൈനർ കൊടുക്കും. ഇവിടെ ഇതിൽ ഡിസൈൻ ഓപ്ഷൻ ഉണ്ട്. ഡിസൈൻ ഓപ്ഷൻ കൊടുത്താല് ഹോമിൽ ഡിസൈൻ ചെയ്താ ഡിസൈനർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഒരു മിനിറ്റ്, നെറ്റ്വർക്ക് ഓക്കെ, ഡിസൈനിങ് വരുന്നു. അപ്പൊ ഞാൻ ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മേലെ കാണാം പ്രീമിയം കാണാൻ പറ്റും. പ്രീമിയം ഈ ഫീച്ചർ കിട്ടില്ല, ഇതൊക്കെ കിട്ടും. ജസ്റ്റ് ഈ ഒരു ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് പവർ പോയിന്റിൽ വന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ഇതിന് താഴെ ജസ്റ്റ് താജ്മഹൽ ആഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് താജ്മഹൽ ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, താജ്മഹലിന്റെ ഫോട്ടോ ഡിസൈനർ തരുന്ന കാണാൻ പറ്റും. ഡിസൈനർ ആഡ് ചെയ്ത് നോക്കാം. ചിലപ്പോ ഓക്കെ, യെസ്, നമ്മൾ ഒരു പിക്ചർ ആഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇവിടെ വരുന്നില്ല. ഇനി നിങ്ങൾ പിക്ചർ ആഡ് ചെയ്താൽ ജസ്റ്റ് കാണിക്കാം. ജസ്റ്റ് ആഡ് ചെയ്യുന്നത് പിന്നെ പവർ പോയിന്റ് ആഡ് ചെയ്യുന്നു. ജസ്റ്റ് അവിടെ വരുന്നു, ക്രോമിൽ വരുന്നു. ക്രോമിൽ എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച വിഷയം ഉണ്ടല്ലേ, നമ്മൾ നേരത്തെ പവർ പോയിന്റിന്റെ ഇമേജ് ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. ജസ്റ്റ് കാണിക്കാം. പവർ പോയിന്റ് ലോഗോ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഞാൻ എനിക്ക് ഈ ഇമേജ് ആണ് വേണ്ടത്. സ്വാഭാവികമായിട്ട് ഇത് അതിൽ ഒക്കൂല. നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ പ്രകാരം അതിൽ ഒക്കൂല. ജസ്റ്റ് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. നോക്കാം, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, വേണ്ടോ, ഇത് തന്നെ എന്തെങ്കിലും കുറച്ച് ഇമേജ് സജസ്റ്റ് ചെയ്തു അല്ലെ, ഈ രൂപത്തിലുണ്ടോ. ഇത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് സജസ്റ്റ് ചെയ്ത് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? ഇമേജ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഒരുപാട് അല്ലെ ഇത്ര സജഷൻസ് തരും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആനിമേഷൻ ഒക്കെ ആഡ് ചെയ്തിട്ട് സ്ലൈഡ് കോംപ്ലക്സ് ആക്കിയാൽ ഡിസൈനർ വർക്ക് ആവില്ല. അപ്പോ ഞാൻ ക്വിസിൽ ഒരിക്കലും ഡിസൈനർ ഉപയോഗിക്കാറില്ല. ഞാൻ എന്റെ ക്വിസിന് സ്ലൈഡിൽ ഡിസൈനർ ഉപയോഗിക്കാറില്ല. കാരണം ക്വിസിന് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്, ആനിമേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ തന്നെ എല്ലാ ഡിസൈൻ ചെയ്യണം.
അല്ലെങ്കിൽ ഡിസൈനറിന്റെ ഫീച്ചർ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്. അപ്പോൾ അല്ലാതെ നമ്മൾ ഇത്തരം ചെറിയൊരു പ്രസന്റേഷൻ തയ്യാറാക്കുന്ന സമയത്ത്, ക്ലാസ് എടുക്കുന്ന സമയത്തൊക്കെ ഇത് വളരെ ബെസ്റ്റ് ആണ്. ഓക്കെ, അല്ല ക്ലാസ്സിനൊക്കെ ഇത് തന്നെ മതി, ധാരാളം. ഓ ധാരാളം. ഓക്കെ, മൈക്രോസോഫ്റ്റ് ഓഫീസ് 365 ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ജസ്റ്റ് ഗൂഗിൾ പിന്നെ NDS കണക്ട് ചെയ്താൽ ഞാൻ വേണമെങ്കിൽ ചെയ്തുതരാം. ഫ്രീ ആണെങ്കിൽ ഫ്രീ ആവുന്ന സമയത്ത് വേണമെങ്കിൽ ചെയ്തുതരാം. ഓക്കെ, ആക്ടിവേറ്റ് ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാൻ ആർക്കും പറ്റും, ആക്ടിവേറ്റ് വേണമെങ്കിൽ ചെയ്തുതരാം. ചെറിയൊരു കോഡ് അടിച്ചാൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ പറഞ്ഞ കാര്യം ക്ലിയർ, ഡിസൈനർ ക്ലിയർ ആണോ? എന്തെങ്കിലും സംശയങ്ങളിൽ ചോദിക്കാം. നമുക്ക് അവസാനത്തെ ഗാമ AI എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അത് വളരെ സിമ്പിൾ ആണെന്ന് പറയാനൊന്നുമില്ല, അവസാനിപ്പിക്കാം. ഓക്കെ, ഇത് പറയാനുണ്ടോ? ഈ ഡിസൈനറും നമ്മൾ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ എന്ത് പറഞ്ഞ കാര്യം ഒന്ന് സംഗ്രഹിക്കാന്നുണ്ടെങ്കിൽ ആദ്യം ഡിസൈനിന്റെ കുറച്ച് ബേസിക്സ് പറഞ്ഞു, ഡിസൈൻ ഐഡിയാസിന്റെ കുറച്ച് ആ ബേസിക്സ്. ഡിസൈനറെ വൺ മിനിറ്റ് ആ ഡിസൈനർ എന്നുള്ള ഓപ്ഷൻ എവിടെ ഒന്നുകൂടി കാണിച്ചു തരുമോ? അത് ഹോമിലുണ്ടാവും. ജസ്റ്റ് ഹോമില് ഫസ്റ്റ് ലാസ്റ്റ് ആഡിൻസിന്റെ അപ്പുറത്തുണ്ടാവും. അല്ലെങ്കിൽ ഡിസൈനിലുണ്ടാവും, ഡിസൈൻ ടാബിലുണ്ടാവും, ഹോം ടാബിലും ഡിസൈനറുള്ള ഫീച്ചർ ഉണ്ട്. ഓക്കെ ഓക്കെ പിന്നെ നമ്മൾ ഡിസൈനിങ്ങിന്റെ കുറച്ച് കോൺസെപ്റ്റ്സ് പറഞ്ഞു, ഇമേജ് ഇടുന്നതും ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ മോർഫാണ് പറഞ്ഞത്, മോർഫിനെ കുറച്ച് ബേസിക്സ് ആ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് വേർഡ് ഇന്ന് പവർ പോയിന്റിലേക്ക് എടുക്കുന്ന കാര്യം പറഞ്ഞു. ആ വേർഡ് നിന്ന് പവർ പോയിന്റിലേക്ക് ആഡ് ചെയ്ത പിന്നെ നമ്മൾ ആ ഫയല് ഡിസൈനർ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാനുള്ള ഗാമ AI ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നുള്ളൂ നിങ്ങൾ. ഓക്കെ, PDF ബുക്സ്, എക്സൽ ചാർട്ട്സ്, വെബ്സൈറ്റ്സ്, യൂട്യൂബ് അങ്ങനെ കൊടുക്കാന്നുള്ളത്. യൂട്യൂബ് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ആഡ് ചെയ്യാൻ പറ്റും, വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അല്ലാത്തത് പിന്നെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആഡ് ചെയ്യേണ്ടി വരും. പുസ്തകം കാണുന്നത്, പുസ്തകം നമ്മൾ സ്വാഭാവികമായിട്ടും പ്രസന്റേഷനിൽ വായിക്കൂലല്ലോ, ജസ്റ്റ് പരിചയപ്പെടുത്താനല്ലേ. ഓക്കെ, അങ്ങനെ മനസ്സിലാക്കുന്നു. ചാർട്ട്സ് പിന്നെ സ്വാഭാവികമായിട്ടും അതിൽ ഓപ്ഷൻ ഉണ്ട്, ഡിസൈനർ പിന്നെ ഇൻസേർട്ട് പോയ ചാർട്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ എക്സൽ നേരെ ചാർട്ട്സ് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിലുണ്ട്. എക്സലും പവർ പോയിന്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ പിന്നെ പവർ പോയിന്റിലും എക്സലിലും ഉണ്ട്. ഓക്കെ, നമുക്ക് പിന്നെ ഒരു സമയത്ത് പറയേണ്ടി വരും. ജസ്റ്റ് gamma.ai ട്രൈ ചെയ്യാണ്, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. അത് നിങ്ങൾ പിന്നെ ട്രൈ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് gamma.app ആണ്, gamma.app ആണ് ഇതിന്റെ പേര്. gamma.app ക്ലിക്ക് ചെയ്യുന്നു. അതെ സർ, ഓക്കെ. ഇനി ഞാൻ ചെയ്യുന്നു സ്റ്റാർട്ട് ഫോർ ഫ്രീ. ഓക്കെ, ജസ്റ്റ് കൊടുക്കുന്നു. എൻ്റെ മെയിൽ വെച്ച് സൈൻ ചെയ്യാണ്. നമ്മളിപ്പോ പലപ്പോഴും ചെയ്യാന്നുള്ളത് എന്ത് ചെയ്യും, ഞാൻ ഡിസൈനർ വെച്ചിട്ട് ഡിസൈൻ ചെയ്യും, കണ്ടന്റ് ChatGPT ഉണ്ടാക്കും. ChatGPT അല്ലെങ്കിൽ മറ്റു AI ടൂളിൽ കണ്ടന്റ് നമ്മൾ എടുക്കുന്നു, അത് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു പവർ പോയിന്റിൽ. എന്നിട്ട് പവർ പോയിന്റ് ഡിസൈനർ വെച്ച് ഡിസൈൻ ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ചിട്ട് ഡിസൈനർ വെച്ചിട്ട് കണ്ടന്റും അതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ജനറേറ്റ് എന്നുള്ള സാധനം കൊടുക്കുന്നു, ഇത് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യാണ്. ഒരു 10 കാർഡ്സ് പറഞ്ഞാല് 15 കാർഡ്സ് പറഞ്ഞാൽ എന്താണ്, സ്ലൈഡിന്റെ എണ്ണമാണ്. ഞാൻ ജസ്റ്റ് ഒരു 4 സ്ലൈഡ്സ് കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് നമുക്ക് ലാംഗ്വേജ് ഒക്കെ സെലക്ട് ചെയ്യാം. ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു, ക്രിയേറ്റ് എ പ്രസന്റേഷൻ about importance of PowerPoint in education sector. ഓക്കെ, ഔട്ട്ലൈൻ ജനറേറ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ സെയിം സാധനം ChatGPT ചെയ്യും, പക്ഷേ ഡിസൈന് നമ്മൾ അതിന്റെ ഇടയിൽ കോപ്പി ചെയ്യാനും പേസ്റ്റ് ചെയ്യാനും നമ്മൾ നിൽക്കേണ്ട ആവശ്യം വരും. ജനറേറ്റ് കൊടുക്കുക, അവിടെ തീം കൊടുക്കാൻ പറ്റും കേട്ടോ, നമുക്ക് വേണ്ട വിഷ്വൽ തീം കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ജനറേറ്റ് കൊടുക്കും. ഓക്കെ, സ്ലൈഡ് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ,
ഇത് നമുക്ക് പവർ പോയിന്റ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പവർ പോയിന്റിൽ ബാക്കി ഡിസൈൻസ് ചെയ്യാനും സാധിക്കുന്നതാണ്. യെസ്, 5 സ്ലൈഡായി. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഓക്കെ, ഇതിലുള്ള ആനിമേഷൻസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ? അല്ലല്ല, അത് ഇതിൽ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രസന്റ് കൊടുക്കുന്നു, ഫുൾ സ്ക്രീൻ കൊടുക്കുന്നു. ഓക്കെ ഓക്കെ, പവർ പോയിന്റ്, ദ പവർ ഓഫ് വിഷ്വൽസ് അല്ലേ. അടുത്ത ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ. അപ്പൊ വിത്തൗട്ട് എനി റിസ്ക്, ഒരു ആക്ഷനും ഇല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് വെച്ചിട്ടൊരു പിന്നെ സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് gamma.ai. ഇത് നമുക്ക് ഇവിടെ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ പവർ പോയിന്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, എക്സ്പോർട്ട് ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ജസ്റ്റ് ട്രൈ ചെയ്യുന്നില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ gamma.ai എന്നുള്ളൊരു പിന്നെ പ്രസന്റേഷന്റെ ഭാഗമായിട്ട് ഇത് പറയാതിരിക്കാൻ പറ്റൂല. പിന്നെ പ്രസന്റേഷന്റെ ഏറ്റവും വലിയ പിന്നെ ഇത് ഇവിടെ പറയേണ്ടതല്ല, എനിവേ ഇത് പറയാണ്. അതായത് പ്രസന്റേഷന്റെ ഏറ്റവും വലിയ ടാസ്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പവർ പോയിന്റ് വർക്ക്ഷോപ്പ് പങ്കെടുത്താൽ അല്ലെങ്കിൽ പവർ പോയിന്റിന്റെ എത്ര ക്ലാസ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ ഇരുന്നാൽ നമ്മളെ സ്ലൈഡ് സെറ്റ് ആവും. പക്ഷെ പ്രസന്റേഷൻ അങ്ങനെ സെറ്റ് ആവില്ല. അതുകൊണ്ട് അത് നിരന്തരം ട്രൈ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, പറഞ്ഞെന്നുള്ളൂ. എനിവേ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഡിസൈനിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഡിസൈൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു, പിന്നെ മോർഫിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ദെൻ AI ടൂള് വെച്ചിട്ട് ഡിസൈനറും അതുപോലെ തന്നെ ഡിസൈനർ ഫീച്ചറും അതുപോലെ തന്നെ ഗാമ വെച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരു ഫീഡ്ബാക്ക് കിട്ടിയാൽ നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. എനിവേ ഒരു നല്ല ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുകയാണ്. കൂടുതൽ ആളുകളെ ഫീഡ്ബാക്ക് പ്രതീക്ഷിക്കുന്നു. ഗാമ വെച്ച് ചെയ്യുമ്പോഴേ ഓക്കെ, അത് വെച്ച് ചെയ്യുമ്പോ മൊത്തത്തില് ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ സാധനം മൊത്തം അതിൽ ഇട്ടെടുത്താൽ ഉണ്ടാക്കി കണ്ടന്റ് കൊടുക്കാൻ പറ്റും. കണ്ടന്റ് കൊടുക്കാൻ പറ്റും. അതിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടന്റിന് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കണ്ട ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്താൽ മതി. നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് വെച്ച് ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ. ഓക്കെ, പിന്നെ നമ്മള് ഓൾറെഡി സൈറ്റിലുള്ള ഈ PPT വർക്കുകൾ കിട്ടാനായിട്ട് നല്ല സൈറ്റ് ഏതാണുള്ളത്? നമ്മളിപ്പോ നമുക്ക് ഇഷ്ടമുള്ള അത് ചോദിച്ച പിന്നെ നമ്മൾ ആദ്യ കാലത്ത് നമ്മള് പിന്നെ പ്രസന്റേഷൻ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. പക്ഷെ എനിക്കൊരിക്കലും നല്ല സാധനം കിട്ടിയിട്ടില്ലായിരുന്നു. കാരണം ഒരു ടെംപ്ലേറ്റ് കിട്ടിയാൽ ആ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയ ആളുകളുടെ ഐഡിയക്കാർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പൊ അതിന്റെ ഒരു കോലം, അതിന്റെ എന്താ പറയാ ഡിസൈൻ നഷ്ടപ്പെടും പലപ്പോഴും. ഞാൻ അതുകൊണ്ട് അത് ഫോക്കസ് ചെയ്യാറില്ല. ജസ്റ്റ് ക്രോമിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നത് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അല്ല, ഈ ഗാമയില് ബ്രൗസിംഗിന് ഓപ്ഷൻ ഉണ്ടാവും, ഓൾറെഡി അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? അത് ജസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഉണ്ടാവും സാധ്യത കാണുന്നുണ്ട്. അപ്ലോഡ് ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു ഫീഡ്ബാക്ക്. കുറെ ടെംപ്ലേറ്റുകൾ ക്യാൻവയിലുണ്ട്, ഇഷ്ടം പോലെ നല്ല ടെംപ്ലേറ്റുകൾ. ക്യാൻവ പരിചയപ്പെടുത്താൻ വിട്ടുപോയതാണ്, ഞാൻ ഉപയോഗിക്കാറില്ല, അതാണ് പറയാത്തത്. ക്യാൻവയില് സ്വാഭാവികമായിട്ട് സ്ലൈഡിനും എല്ലാത്തിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ക്യാൻവ ട്രൈ ചെയ്യാൻ പറ്റും പവർ പോയിന്റ് ഇല്ലാത്ത ആളുകൾ. ഓക്കെ, ഗാമ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ ചെയ്യാൻ, സുഖമായിട്ട് ചെയ്യാനുള്ള. ഞാനൊക്കെ ഇപ്പോൾ എന്താണ് എൻ്റെ PG ക്ലാസ്സിന്റെ സാധനങ്ങളൊക്കെ മൊത്തം അങ്ങനെ ചെയ്യാറുള്ളത്. നേരെ ടെക്സ്റ്റ് ഉണ്ടാക്കി കൊടുക്കുക, അടിപൊളി സാധനം കിട്ടും, നല്ല രസമുള്ള. നമുക്ക് അതിന്റെ ഇത് സെലക്ട് ചെയ്യാലോ, രീതി. അത് ലിമിറ്റഡ് ആണ്. ക്രെഡിറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ പൈസ കൊടുക്കേണ്ടി വരും. ഏതായാലും നല്ല നല്ല സെഷൻ. പ്രത്യേകിച്ച് ഓരോന്നും നമുക്ക് വൈഡായിട്ടുള്ള പഠനത്തിനും എക്സ്പ്ലോറിങ്ങിനും ഇനിയുള്ള കാലം ടെക്നോളജി AI ഒക്കെ ഇത്രയും ഓരോ ദിവസവും അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളും അപ്ഡേറ്റ് ആവുക എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മൾക്ക് ചെയ്യാനുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളെക്കാൾ ഇനി വരുന്ന തലമുറ ഇതിനേക്കാൾ ഉഷാറായി കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ഏത് ഫീൽഡിൽ എന്ന പോലെ നമ്മുടെ ടീച്ചിങ് ഫീൽഡിലോ അല്ലെങ്കിൽ ഇത്തരം പ്രൊഫഷനിലൊക്കെ അതിജീവനം എന്ന് പറയുന്നത് ഇത്തരം ടൂൾസുകളെ പരിചയപ്പെടുക എന്നുള്ളതാണ്. ഞാൻ
ഇവിടെ സ്കൂളിൽ വന്നതിന് ശേഷം ഈ ചാറ്റ് GPT ഇവർക്ക് പരിചയപ്പെടുന്നത് ആദ്യമായിട്ടാണ്. ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഡേയിൽ പറഞ്ഞു കൊടുത്തപ്പോൾ അപ്പൊ ഇവരൊക്കെ വല്ലാതെ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുകയാണ്. കാരണം ഇവിടെ ഒന്നും അവിടെ എത്തിയിട്ടില്ല. ചാറ്റ് GPT ഉപയോഗിക്കുന്ന അവസ്ഥയൊക്കെ ഇപ്പൊ വരികയാണ്. അപ്പോ പിന്നെ അവർ എപ്പോ കാണുമ്പോൾ അതിന്റെ ഒരു നന്ദി പറയും എന്ന പോലെ നമ്മൾ വിചാരിക്കുന്നതിനേക്കും അപ്പുറത്ത് ഇത്തരം ടെക്നോളജിയും കാര്യങ്ങളൊക്കെ പിന്നെ വളരെ വൈഡായിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് രീതിയിൽ മാറുമ്പോൾ തീർച്ചയായിട്ടും നല്ല സെഷൻ നമുക്ക് ഷാമിലിൻ്റെത് നമുക്കൊന്ന് ലഭിച്ചു. ഷാമിൽ ഇതിൽ മാത്രമല്ല അദ്ദേഹം എക്സൽ ഗുരുവാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതും എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട്. പരമാവധി പിന്നെ ഷാമിൽ ഇതിന്റെ ഒരു ടാസ്ക് എന്ന രീതിയിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, എന്തെങ്കിലും രീതിയിൽ ഒരു ടോപ്പിക്കിൽ മോർഫൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു സ്ലൈഡ് എല്ലാവരും ഉണ്ടാക്കിയിട്ട് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഹസനി സുഹൃത്തുക്കളൊക്കെ ഒന്ന് ഗ്രൂപ്പില് അവരുടേതൊന്ന് പിന്നെ ഡൗൺലോഡ് ചെയ്ത് ഒരു പ്രസന്റേഷൻ ഇടാൻ പറ്റുമോ അങ്ങനെ ഗ്രൂപ്പില്? ഓ ഇൻഷാ അല്ലാഹ് അത് മസ്റ്റ് ആണ്. സാധാരണ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഹോംവർക്ക് നമുക്ക് പറഞ്ഞ പോലെ ഒരു ടാസ്ക് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് അതിൽ സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ തമ്മിൽ കുറച്ച് ദിവസങ്ങളൊന്ന് ഒന്നോ രണ്ടോ ഒരു 1 വീക്ക് എങ്കിലും ഇതിന്റെ ഒരു ഫോളോ അപ്പിൽ അവരൊന്ന് എല്ലാവരും സഹായിക്കുക. ഈവൻ ഞാനടക്കം. കാരണം നമ്മൾക്ക് ഇവിടെ കൂടുതൽ സമയം ചെയ്യാൻ നിന്നാല് നമ്മുടെ സെഷൻ ഒരു പ്ലാൻ ചെയ്ത രീതിയിൽ പോവില്ല. അപ്പം അതുകൊണ്ടായിരിക്കും കൂടുതൽ ആളുകൾ ക്ലാസ് ഇങ്ങനെ കേൾക്കും. പക്ഷെ ഇനി അതൊരു പ്രാക്ടിക്കൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ വീണ്ടും പല സംശയങ്ങളുണ്ടാവും. അപ്പൊ നമ്മൾക്ക് നിങ്ങൾ നാളെ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടാസ്ക് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു മാറ്റർ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറയാം. അത് അപ്ഡേറ്റ് ചെയ്യട്ടെ. ഏതായാലും നല്ല സെഷൻ, നല്ല പ്രസന്റേഷൻ ഷാമിൽ. കൺഗ്രാറ്റുലേഷൻ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എല്ലാവരും ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞാൽ തന്നെയാണ് അടിവരാനുള്ളത്. വളരെ നല്ല സെഷൻ ആയിരുന്നു. എനിക്ക് ചെറിയ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഷാമിലായിട്ട് പേഴ്സണലായിട്ട് പിന്നെ അതിന്റെ ഉണ്ടായിരുന്നു. ലൈവിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. റെക്കോർഡ് ഉണ്ട്, ചെയ്തിട്ടുണ്ട്. ഓക്കെ ഇൻഷാ അല്ലാഹ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഷബീർ പറഞ്ഞു. വേറെ ആരെങ്കിലും? അതേപോലെ തന്നെ മോർഫൊക്കെ വളരെ ഉപകാരപ്പെട്ടു കാര്യമാണ്. അൽഹംദുലില്ലാഹ്, ജസാക്കുമുല്ലാഹ്. 365 ഇല്ലാത്തവരൊക്കെ ഷാമിലിനെ ബന്ധപ്പെട്ടൊന്ന് വാങ്ങിക്കാൻ വേണ്ടി. അതെ. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താല്, ഞാൻ ഫയൽ അയച്ചാൽ ഇൻസ്റ്റാൾ ചെയ്താല് പിന്നെ ഒരു സമയത്ത് ഞാൻ ആക്ടിവേറ്റ് ചെയ്ത് തരാണെങ്കിൽ ഇനി ഡെസ്ക് കണക്ട് ചെയ്ത് തന്നാൽ മതി. ഇൻഷാ അല്ലാഹ് എന്നാ വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. മുസമ്മിൽ, ജസീം എന്തെങ്കിലും പറയാനുണ്ടോ? പൊളി. നമ്മൾ കുറെ കാലത്തിന് ശേഷമാണ് പൊടി തട്ടിയെടുക്കുന്നത് പവർ പോയിന്റ്. ഏതായാലും പുതിയ കുറെ അറിവുകൾ കിട്ടി. ഓക്കെ, താങ്ക് യു. അള്ളാഹുവിന്റെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. ആമീൻ. ജസീമിന്റെ ആമീൻ 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 ആമീൻ. നമുക്ക് എക്സല് നല്ല ടൈം എടുത്തിട്ട് എല്ലാവർക്കും ഒരു ഫ്രീ ഉള്ള ടൈമിനാക്കാം.